എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ 100 വർഷമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പ്രബോധന പ്രവർത്തന ദൗത്യങ്ങളിലെ ഏറ്റവും പരമപ്രധാനമായ ഉത്തരവാദിത്തമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയാദർശങ്ങളെ പൊതുസമൂഹത്തിലേക്ക് സമർപ്പിക്കുക എന്നത്. കഴിഞ്ഞ നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ടിലും നമ്മളിപ്പോൾ ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലും ഒരുപക്ഷെ ഏറെ ശ്രമകരമായൊരു ദൗത്യമായി ലോകം വിലയിരുത്തുന്ന ഒരു കാര്യമാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഏകീകൃതമായ ഒരു നേതൃനിരയുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഖിലാഫത്തായിരുന്നു അതെങ്കിൽ പിന്നീട് അതിൻ്റെ തുടർച്ചയിൽ വന്ന ഖലീഫമാർ ഇസ്ലാമിക ഖിലാഫത്ത് എന്ന ആ ഒരു വടവൃക്ഷത്തിൻ്റെ തണലിലായി നമുക്ക് നേതൃത്വം നൽകാൻ ലോകത്ത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 1918 ഉസ്മാനി ഖിലാഫത്തിൻ്റെ തകർച്ചയോടുകൂടി ഒന്നാം ലോക മഹായുദ്ധത്തോടെ ഉസ്മാനി ഖിലാഫത്ത് തകർക്കപ്പെടുകയും മുസ്ലിം ലോകത്തിൻ്റെ ആഗോള നേതൃത്വമായ ഇസ്ലാമിക ഖിലാഫത്തിന് തകർച്ച സംഭവിക്കുകയും ചെയ്ത ആ ഘട്ടത്തിൽ പിന്നീടുണ്ടായ ഈ 100 കൊല്ലം ലോക മുസ്ലിമീങ്ങളെ നയിക്കുവാനും നേതൃത്വം നൽകുവാനും ഒരൊറ്റ നേതൃത്വം എന്ന ഒരു കാഴ്ചപ്പാടുണ്ടായിട്ടില്ല. ലോകത്ത് ഓരോ പ്രദേശങ്ങളിലും അവിടുത്തെ പ്രാദേശികമായ മുസ്ലിം നേതൃത്വങ്ങളാണ് ആ ദൗത്യം നിർവഹിച്ചത്. ഉസ്മാനി ഖിലാഫത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ലോകത്ത് സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ അധികാര ശക്തികളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശാസ്ത്രവും അതുപോലെ തന്നെ യൂറോപ്യൻ ലോകവീക്ഷണങ്ങളുമൊക്കെ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ ജീവിത രീതി എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള വലിയ ആലോചനകൾ ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്തങ്ങളായ ബദലുകളാണ് ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്കിടെ രൂപപ്പെട്ടു വന്നത്. തുർക്കിയിൽ ഉസ്മാനി ഖിലാഫത്ത് തകർക്കപ്പെടുന്നത് ആധുനിക ഭൗതികവാദത്തിൻ്റെ തൽപരരായ ഒരു കക്ഷികൾ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉദയം കൊണ്ടിട്ടാണ് അതിനെ തകർക്കുന്നത്. മുസ്തഫ കമാൽ അത്താതുർക്ക് എന്ന തുർക്കിയുടെ ആധുനിക തുർക്കിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നയാൾ, നിങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരിക്കും. ഉസ്മാനി ഖിലാഫത്തിനെ തകർത്തുകൊണ്ട് അദ്ദേഹം ഭരണസിരാ കേന്ദ്രത്തിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ചെയ്ത നടപടികൾ എന്തായിരുന്നു? മുസ്ലിം സമൂഹത്തിൻ്റെ 13 നൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യത്തെ തമസ്കരിക്കുകയും പുതിയ ആധുനികമായ കാഴ്ചപ്പാടുകളോടുകൂടിയുള്ള ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അവിടെ പള്ളികളിലെ ബാങ്കുകൾ പോലും അവിടുത്തെ പ്രാദേശിക ഭാഷയിലാണ് നിർവഹിക്കപ്പെട്ടത്. ഖുതുബയും പ്രാദേശിക ഭാഷയിലായിരുന്നു. ആരാധനാ കർമ്മങ്ങൾ വരെ അറബി ഭാഷയെ മുക്തമാക്കി പ്രാദേശിക ഭാഷയിൽ അവതരിപ്പിക്കുക എന്ന ഒരു ആധുനിക കാഴ്ചപ്പാടിനെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ലോകത്ത് ആ കാലഘട്ടത്തിൽ എങ്ങനെ ഇനി മുസ്ലിമീങ്ങൾ ജീവിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി വിവിധ രാജ്യങ്ങളിൽ വിവിധ ഉത്തരങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ചിലർ പറഞ്ഞു, നമുക്ക് സായുധമായ പോരാട്ടത്തിലൂടെ അധികാര കേന്ദ്രീകൃതം നമുക്കുണ്ടാകണം. അധികാരമില്ലാതെ നമുക്ക് മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനൊരു മുസ്ലിം എന്ന മനുഷ്യനാണെങ്കിൽ, മുസ്ലിമാണെങ്കിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാകണം. ഇസ്ലാമിക രാഷ്ട്രമില്ലാത്തിടത്ത് എൻ്റെ ജീവിതം പോലും സാധുതയില്ല എന്ന കാഴ്ചപ്പാടിനെ തുടർന്നാണ് അബുൽ അഅ്ല മൗദൂദിയെ പോലെയുള്ള ആളുകളുടെ ആശയങ്ങളെ സ്വീകരിച്ച് ഈജിപ്തിൽ നിന്നും ഇഖ്വാനുൽ മുസ്ലിമൂൻ എന്ന പുതിയ കക്ഷികളൊക്കെ പ്രത്യക്ഷപ്പെട്ടു വന്നത്. ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ എന്തായിരുന്നു? ചെറുപ്പക്കാരായ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരിൽ അതിതീവ്രമായ വാദങ്ങളെ സന്നിവേശിപ്പിച്ച് അവരെ കൊണ്ട് സായുധ പോരാട്ടത്തിനിറക്കുക എന്ന രീതിയാണ് ആഗോള രംഗത്ത് അവർ സ്വീകരിച്ചത്. അത് ലോകത്തെ എല്ലാ അറബ് രാജ്യങ്ങളിലും ഉണ്ടായി. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഹിജാസിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു വന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹവും ആദ്യം ചെയ്ത പണി എന്താണ്? അന്നത്തെ ഇസ്ലാമിക ഭരണകേന്ദ്രമായിരുന്ന തുർക്കിയെ തകർക്കാൻ
ഇസ്ലാമിന്റെ ശത്രുവായ ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുകയും അവരുടെ കയ്യിൽ നിന്ന് എല്ലാ മാസവും 5000 പൗണ്ട് അച്ചാരം വാങ്ങുകയും ആ പണം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർക്ക് ദാസ്യവേല ചെയ്തുകൊണ്ട് തുർക്കിക്കെതിരെ യുദ്ധം നടത്തുകയും ചെയ്യുക. ഇങ്ങനെ ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചെയ്ത ഏറ്റവും വലിയ ശത്രുത എന്ന് പറയുന്നത് മുസ്ലിങ്ങളോട് നേരിട്ട് ആയുധം കൊണ്ട് പോരാടുകയല്ല, മുസ്ലിങ്ങളോട് നേരിട്ട് ശരീരം കൊണ്ട് ഏറ്റുമുട്ടുകയല്ല അവർ ചെയ്തത്. മറിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നു തന്നെ തങ്ങളുടെ ആശയം നടപ്പിലാക്കാൻ സഹായിക്കുന്ന ഒരു സംഘത്തെ വിലക്കെടുക്കുക എന്ന കുതന്ത്രമാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലപ്പുറമായി ലോകത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നിങ്ങൾ ചരിത്രം പഠിച്ചാലറിയാം, ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും സാമ്രാജ്യത്വ ശക്തികൾ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കളെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി വളർന്നു വന്ന ഒരു പുതിയ കക്ഷിയായിരുന്നു ഖാദിയാനികൾ. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ട രംഗത്ത് ഇവിടത്തെ സുന്നി ഉലമാക്കൾ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി നിലകൊള്ളുന്ന കാലം, ഇന്ത്യയിലെ വൈദേശിക അധിനിവേശികൾക്കെതിരെ കേരളത്തിൽ നിന്ന് പൊന്നാനിയിൽ നിന്ന് മഖ്ദൂമിന്റെ രചനകൾ പോലും പ്രത്യക്ഷപ്പെടുന്ന കാലം, കേരളത്തിലെ ഉലമാക്കൾ മമ്പുറന്തങ്ങൾ മുതൽ ടിപ്പു സുൽത്താൻ ഉൾപ്പെടെ കേരളത്തിലെ സൂഫി നേതാക്കന്മാർ, ആലിമീങ്ങൾ, അവരൊക്കെയും മുസ്ലിം സമൂഹത്തിന്റെ മാത്രമല്ല ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വൈദേശിക അധിനിവേശികൾക്കെതിരെ പോരാട്ടവും സമരവും നടത്തുകയും അതിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന കാലം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുകയും അവർക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെയുള്ള ശത്രുക്കൾ ഉണ്ടായിരുന്നു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന ഖാദിയാനി, അദ്ദേഹത്തിന്റെ പിതാവിന്റെ ശിഷ്യന്മാർ, അനുയായികൾ, അദ്ദേഹം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സഹായത്തിന് ഇന്ത്യൻ ജനതക്കെതിരെ നിലകൊണ്ടവരാൻ. ബ്രിട്ടീഷുകാർക്ക് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എഴുതിയൊരു കത്തുണ്ട്. ഞങ്ങളുടെ ആശയ പ്രബോധനത്തിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 1920കളിലാണ് ആ കത്ത് കൊടുക്കുന്നത്. ആ കത്തിൽ അദ്ദേഹം പറയുന്ന പ്രധാന വാചകം ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ജീവിതത്തിന്റെ പ്രധാന സമയവും ഞാൻ ചെലവഴിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഫത്വകൾ രചിക്കാനാണ്, നിങ്ങൾക്കെതിരെ സമരം ചെയ്യൽ ഹറാമാണെന്ന് പറയാനാണ്, നിങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്യൽ പുണ്യകരമാണെന്ന് പറയാനാണ്, മുസ്ലിം സമൂഹത്തെ മുഴുവനും നിങ്ങൾക്ക് അനുകൂലമായി തിരിക്കാനാണ് ഞാൻ എൻ്റെ സമയം ഭൂരിഭാഗവും ചെലവഴിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഖാദിയാനിയുടെ നേതാവ് മീർസ എഴുതിയ കത്ത് അവർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനുള്ള നന്ദി ആ കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഖാദിയാനികളെ ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാർ ഹിജാസിൽ അറേബ്യൻ ഭൂഖണ്ഡത്തിൽ അവർക്ക് വേണ്ടി ദാസ്യവേല ചെയ്യുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കി. അതായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. എങ്ങനെയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഉപയോഗിച്ച് അറബ് രാജ്യത്ത് തങ്ങളുടെ ആധിപത്യം ഉണ്ടാക്കിയത് എന്നതിനെ കുറിച്ച് ബ്രിട്ടീഷുകാർ നിയമിച്ചിരുന്ന കേണൽ ലോറൻസ് എന്ന് പറയുന്ന ടി.ഇ. ലോറൻസ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥാ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെയാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള ഡൈനാമിക് അമീറായിട്ട് നിയോഗിച്ചത്. അദ്ദേഹം അവിടെ അമീറായിരുന്നു. അമീറായി നിയോഗിക്കപ്പെട്ട ലോറൻസ് ആ ബ്രിട്ടീഷുകാരുമായി സന്ധിയുണ്ടാക്കി, കരാറുണ്ടാക്കി. 1917 ഡാരിൻ ഉടമ്പടി എന്ന് പറയുന്ന ട്രീറ്റി ഓഫ് ഡാരിൻ, ആ ഉടമ്പടിയിൽ അന്നത്തെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബുമായിട്ടൊരു കരാർ. ആ കരാറിന്റെ ഉള്ളടക്കം എന്താണ്? തുർക്കിയെ തകർക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ബ്രിട്ടീഷുകാർ. ആ ബ്രിട്ടീഷുകാരോട് തുർക്കിയെ തകർക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് സൗദി ഭരണകൂടത്തിന്റെ ആദ്യകാലത്തെ അതിന്റെ നേതാവായിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. ആ ഒപ്പിന്റെ പിൻബലത്തിലാണ് ഹിജാസിന്റെ മിക്ക പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം ഉണ്ടാകാനും പശ്ചിമേഷ്യയിൽ മുഴുവനും ഫലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ബ്രിട്ടീഷുകാർക്ക് അവസരമുണ്ടാക്കി കൊടുത്തത് ഈ ഡാരിൻ ഉടമ്പടിയാണ്. ആ ഉടമ്പടിയുടെ ഒന്നാമത്തെ കരാർ പ്രകാരം ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ 20,000 പൗണ്ട് 1917 കൈപ്പറ്റുകയും ബ്രിട്ടീഷുകാരിൽ നിന്ന് കൈപ്പറ്റുകയും പിന്നീട് ഓരോ മാസവും 5,000 പൗണ്ട് വീതം അവരുടെ കയ്യിൽ നിന്നും ദാനമായി സ്വീകരിച്ച് അതിന്റെ പേരിൽ തങ്ങളുടെ രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുകയും 1932 ആയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാരായി വന്ന ആളുകൾക്ക് ഒരു സൗദി ഭരണകൂടം നിർമ്മിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആശയ പ്രചാരണത്തിന് വേണ്ടിയുള്ള അവസരങ്ങളും വേദിയും ഉണ്ടാക്കി കൊടുത്തത്, അതിനുവേണ്ടി രാഷ്ട്രീയമായ പരിസരങ്ങൾ ഒരുക്കി കൊടുത്തത്, രാഷ്ട്രീയമായ നിലങ്ങളെ തയ്യാറാക്കി കൊടുത്തത് ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരായ നേതാക്കന്മാരാണ്. ഇതേ പ്രകാരം തന്നെയാണ് സിറിയ പോലെയുള്ള പ്രദേശങ്ങളിൽ ബഹായികൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും
അക്കാലത്തെ സാമ്രാജ്യത്വ ശക്തികൾ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് വിലക്കെടുത്തിരുന്നു. ഇവരൊക്കെയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്, ഒരുമ പെറ്റ മക്കളാണ്. അതുകൊണ്ടാണ് 1930-കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഖാദിയാനിസം പ്രചരിക്കുന്ന കാലമാണ്. ലോകത്ത് ആദ്യമായി ഖാദിയാനികൾ ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്താണെന്ന ഫത്വ കൊടുത്തത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനം നടക്കുന്നുണ്ട് ഫറൂഖിൽ. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സമ്മേളനം 1930-കളിലാണ്. 1933-ൽ നടക്കുന്ന സമ്മേളനത്തിനെതിരെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന വഹാബി നേതാക്കന്മാർ കേസ് കൊടുക്കുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്, കോടതി ഇടപെടുന്നുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികൾ മുഴുവനും തൃണവൽക്കരിച്ചുകൊണ്ടാണ് നമ്മുടെ ഉലമാ സമ്മേളനം നടത്തിയത്. ആ സമ്മേളനത്തിന്റെ പ്രഖ്യാപനമാണ് ഖാദിയാനികൾ ഇസ്ലാമിന്റെ വൃത്തത്തിന്റെ പുറത്താണ്. ആ പ്രഖ്യാപനത്തിന്റെ ശേഷമാണ് ആഗോള പണ്ഡിത സഭകൾ പോലും ഖാദിയാനികൾക്കെതിരെ തീരുമാനമെടുക്കുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, സമസ്ത കേരളം എന്ന് പറയുന്ന കൊച്ചുദേശത്ത് ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തിന് ബോധനം നൽകിയിട്ട് നിങ്ങൾ ഖാദിയാനിസത്തിന്റെ പിറകെ കൂടരുതെന്ന് പറഞ്ഞ് അവരുടെ പൊള്ളത്തരങ്ങളെ സമൂഹത്തിൽ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് 1935-ലാണ് ബ്രിട്ടീഷ് ആസ്ഥാനമായി ഖാദിയാനികളുടെ ഒരു സെന്റർ വരുന്നത്. അവിടെ ഖാദിയാനികൾക്ക് പള്ളി ഉണ്ടാക്കാൻ സഹായം ചെയ്തു കൊടുത്തത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ഇന്നും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മസ്ജിദ് ഫളൽ ഖാദിയാനി എന്ന ഒരു പള്ളിയുണ്ട് അവിടെ. ആ പള്ളിയുടെ ഉദ്ഘാടനം നടന്നത് 1935-ലാണ്. ആ ഉദ്ഘാടനത്തിന്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ആ ചിത്രത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ കൂടെ, ഖാദിയാനി നേതാക്കന്മാരുടെ കൂടെ അന്നത്തെ സൗദി അറേബ്യയുടെ ഭരണാധികാരിയാകുന്ന രാജാവും കൂടെയുണ്ട്. നിങ്ങൾ നോക്കൂ, എന്താണ് ഖാദിയാനിയുടെ പള്ളി ഉദ്ഘാടനം ചെയ്യുന്ന ബ്രിട്ടനിൽ പോയിട്ട് സൗദിയുടെ രാജാവിന്റെ കാര്യം? ഇവരൊക്കെയും ഒരേ പിതാവിന്റെ മക്കളായി എന്നതുകൊണ്ടാണ്. ഈ ഒരു അന്തർധാരയെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകണം. ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുള്ള, കഴിഞ്ഞ നൂറ്റാണ്ടിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന മുഴുവൻ വിഭാഗങ്ങളും അധികാര കൊതിയോടെ, രാഷ്ട്രീയ താല്പര്യത്തോടെ മുസ്ലിം ഉമ്മത്തിന്റെ ഒറ്റുകാരായി പ്രത്യക്ഷപ്പെട്ടവരാണ്. ആ ഒറ്റുകാർക്കെതിരെ ഈ ഉമ്മത്തിനെ ആദർശത്തിന്റെ പിറകിൽ അടിയുറച്ചു നിർത്തുക എന്ന ദൗത്യമാണ് കഴിഞ്ഞ 100 കൊല്ലമായി സമസ്ത നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 100 കൊല്ലത്തെ മുസ്ലിം ലോകത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ എവിടെയാണ് ഇതുപോലെ ഒരു സ്ഥിരതയുള്ള നേതൃത്വത്തെ കാണാൻ കഴിയുക? ലോകത്തെ എല്ലായിടങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് 100 കൊല്ലം തുടർച്ചയായി അനുധാവനം ചെയ്യുവാൻ പാകത്തിലുള്ള ഒരു നേതൃത്വത്തെ കാണാൻ സാധ്യമായിട്ടില്ല. ചിന്ന ഭിന്നമായി പോയിരുന്നു. 10 കൊല്ലമോ 20 കൊല്ലമോ ഒക്കെ കഴിയുമ്പോൾ ആളുകൾ മാറി വരുന്നു, അധികാരങ്ങൾ മാറി വരുന്നു, അവിടുത്തെ സംസ്കാരങ്ങളും ശീലങ്ങളും ഒക്കെ മാറി മാറി വരുന്നു. ഒരു ഏക നേതൃത്വത്തെ കാണുക സാധ്യമല്ല. ലോകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഒരു പള്ളിയിൽ പോയി നോക്കുക. അവിടുത്തെ ഇമാമിനോട് പോയി ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ചോദിച്ചാൽ ആ ഇമാമിന്റെ ഉത്തരമായിരിക്കില്ല അടുത്ത പള്ളിയിലെ ഇമാമിനുണ്ടാവുക. ഒരു ഏകീകൃതമായ നിയമനിർമ്മാണത്തെ പോലും സാധാരണക്കാർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കാൻ ലോകത്തെവിടെയും സാധ്യമാകുന്നില്ല ഈ കാലഘട്ടത്തിൽ. അത്രമേൽ ശത്രുക്കൾ പിടിമുറുക്കി പോയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കുക. ഇവിടെ കേരളത്തിലെ കഴിഞ്ഞ 100 കൊല്ലത്തെ മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ 100 കൊല്ലം മുമ്പ് ആരായിരുന്നു ഇവിടുത്തെ മുഖ്യധാര? ആരായിരുന്നു ഇവിടുത്തെ ഉലമാ? ഇവിടുത്തെ സമൂഹത്തിന് സാധാരണക്കാർക്ക് ദിശ നിർണയിച്ചു കൊടുത്തത് അവർ തന്നെയാണ് ഇന്നും കേരളത്തിന്റെ മുഖ്യധാര നേതൃത്വം. 100 കൊല്ലം മുമ്പ് നമ്മുടെ ആശയം എന്തായിരുന്നുവോ, നമ്മുടെ ആദർശം ഏതായിരുന്നുവോ അതുതന്നെയാണ് ഇന്ന് നമ്മുടെ ആദർശം. 100 കൊല്ലത്തിനിടയ്ക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അടുത്ത 100 വർഷം കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരോട് നിങ്ങൾ സമസ്തയുടെ കൊടിക്ക് പിന്നിൽ അണിനിരക്കണമെന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ സ്ഥിരതയുള്ള ഒരു ആദർശത്തെ പരിചയപ്പെടുത്താൻ സമസ്തക്ക് മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്നതുകൊണ്ടാണ്. കേരളത്തിൽ എത്ര ബിദഅകൾ കടന്നുപോയിട്ടുണ്ട്. അവർക്കാർക്കും സ്ഥിരതയുള്ള ഒരു ആദർശത്തെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ലോകത്ത് സൗദി അറേബ്യയുള്ള പോലെയുള്ള രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ബിദഅ കക്ഷികൾ പ്രത്യക്ഷപ്പെടുമ്പോഴേക്ക് ആ നാടിന്റെ പാരമ്പര്യത്തെ പൂർണ്ണമായും കുഴിച്ചുമൂടുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു വഹാബിസമാണ് അവിടെ ഉദയം കൊണ്ടത്, ആ നാടിന്റെ പൈതൃകം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. ഒരു ഇഖ്വാനിസമാണ് ഈജിപ്തിൽ ഉദയം കൊണ്ടത്, ആ നാടിന്റെ സുന്നി പാരമ്പര്യത്തിന് കൈമോശം വന്നുപോയി. എന്നാൽ കഴിഞ്ഞ 100 കൊല്ലത്തിനിടയിൽ കേരളം എന്ന് പറയുന്ന കൊച്ചുദേശത്ത് എത്ര ബിദഅകൾ കടന്നു വന്നു. 1920-കളിൽ വഹാബികൾ വരുന്നു, 40-കളിൽ ജമാഅത്തെ ഇസ്ലാമി വരുന്നു, ആ കാലഘട്ടത്തിൽ തന്നെ തബ്ലീഗ് ജമാഅത്ത് വരുന്നു. 1970-കളിൽ മോഡേൺ ഏജ് സൊസൈറ്റിയും പിന്നീട് ചാഗ്നൂർ മൗലവിയും വരുന്നു.
2000 ഒക്കെ ആകുമ്പോഴേക്ക് പുതിയ പുതിയ കള്ളത്തൊരീക്കത്തുകൾ, വിഘടനവാദങ്ങൾ ഇതൊക്കെയും വന്നുപോയിട്ടും മലവെള്ളപ്പാച്ചിലുകൾ പോലെ വേലിയേറ്റം കണക്കെ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ആദർശത്തെ തകർക്കുവാൻ വേണ്ടിയുള്ള വിവിധ കക്ഷികൾ, അവർക്ക് സമ്പത്തുണ്ടായിരുന്നു, അവർക്ക് അധികാരമുണ്ടായിരുന്നു, അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ആധുനികമായ സങ്കേതങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ കേരളത്തിന്റെ മുഖ്യധാര മുസ്ലിം സമൂഹത്തിന്റെ ആദർശത്തെ അവർക്ക് പിഴുതെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിലേക്ക് പാലം കെട്ടി കിടക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇത്രമേൽ മലവെള്ളപ്പാച്ചിൽ കണക്കെ വന്ന ബിദ്അകളെ മുഴുവൻ തടഞ്ഞു നിർത്താൻ സാധ്യമായത് നമ്മുടെ ഉലമാഇന്റെ ഇച്ഛാശക്തി കൊണ്ട്. അവർക്കൊരിക്കലും 1920കളിൽ സമസ്ത എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിട്ട് നമ്മുടെ ഉലമാ വരുമ്പോ അവരുടെ കെട്ടിടം കണ്ടുകൊണ്ടല്ല ആളുകൾ പിറകെ കൂടിയത്, അവരുടെ പണം കണ്ടുകൊണ്ടല്ല, അവരുടെ സൗകര്യങ്ങൾ കണ്ടുകൊണ്ടുമായിരുന്നില്ല. ഉലമാഇന്റെ പിറകെ സാധാരണക്കാരായ ആളുകൾ കൂടിയത്, അവർ വിളിക്കുന്ന സമ്മേളനത്തിലേക്ക് പങ്കെടുത്തത്. ആ കാലഘട്ടങ്ങളിലെ ആദ്യത്തെ 25 കൊല്ലം ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവനും നിരന്തരമായി വിളിച്ചുകൂട്ടിയിട്ട് അവർക്ക് ദീന് പറഞ്ഞു കൊടുത്തത് ഒരൊറ്റ വിശ്വാസത്തിന്റെ പേരിലാണ്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ഈമാനും അമലും നിങ്ങൾ 13 നൂറ്റാണ്ടായി സംരക്ഷിച്ചു പോരുന്ന ആദർശത്തെ, ആ പാരമ്പര്യത്തെ, പൈതൃകത്തെ സംരക്ഷിക്കുവാൻ, പ്രാമാണികമായി പ്രതിരോധിക്കുവാൻ, കോട്ടകെട്ടി ബിദ്അകളെ തടഞ്ഞു നിർത്തുവാൻ ഈ ഉലമാക്കൾ ഉണ്ടാകുമെന്ന ധൈര്യത്തിന്റെ പിറകിലാണ് സാധാരണക്കാരായ നമ്മളും നമ്മുടെ മുൻഗാമികളും അവരുടെ കൈപിടിച്ചു പോയത്. അവരുടെ പിറകിൽ നമ്മൾ അടിയുറച്ചു നിന്നത്. 1950ലാണ് ആദ്യമായി സമസ്ത ഒരു വിദ്യാഭ്യാസ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നത്. 51ലാണ് ആദ്യത്തെ മദ്രസ ഉണ്ടാകുന്നത്. 26 മുതൽ 51 വരെ 25 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. ആ 25 കൊല്ലക്കാലത്തിനിടയിൽ ഭൗതികമായ ഒരു കെട്ടിടത്തിന്റെയും വലുപ്പം കാണിച്ചുകൊണ്ടല്ല നമ്മുടെ ഉലമാഇന്റെ പിറകെ ആളുകൾ കൂടിയത്. ഒരു അധികാരത്തിന്റെയും ഒരു സമ്പത്തിന്റെയും ഒരു ഭൗതികതയുടെയും പളപളപ്പ് കാണിക്കാൻ ഉണ്ടായിരുന്നില്ല. എന്നാൽ അപ്പുറത്ത് ബിദ്അകൾക്കെല്ലാം ഉണ്ടായിരുന്നു, അധികാരത്തിന്റെ സഹായം ഉണ്ടായിരുന്നു. 1920കളിൽ മലബാർ സമരം കഴിഞ്ഞ കാലത്ത് മലബാറിലെ മാപ്പിളമാർ സുന്നികളായിരുന്നു. അവർ മക്ബറകളിൽ പോയിരുന്നു, അവർ മൗലിദ് ഓതിയിരുന്നു. ആ കാലഘട്ടത്തിൽ മലബാറിലെ സുന്നി വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുവാൻ, അവിടെ ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന ഒരു മതം പഠിപ്പിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുന്നുണ്ട്. അതിനായിട്ട് അവിടെ ഒരു ട്രെയിനിങ് കോളേജ് തുടങ്ങി മലപ്പുറത്ത്. ആ ട്രെയിനിങ് കോളേജിലേക്ക് ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന മതം പഠിപ്പിക്കാൻ അവിടെ അധ്യാപകരായി നിയമിച്ചത് അന്നത്തെ മുജാഹിദ് നേതാക്കളായിരുന്ന CN അഹമ്മദ് മൗലവിയെ പോലെ, പുളിക്കൽ അഹമ്മദ് മൗലവിയെ പോലെയുള്ള ആളുകളെയാണ്. എന്താണ് ബ്രിട്ടീഷുകാർ ഇസ്ലാം പഠിപ്പിക്കുവാൻ വേണ്ടി നിർമ്മിക്കുന്ന ട്രെയിനിങ് കോളേജിലേക്ക് മുജാഹിദുകളായ നേതാക്കൾ മാത്രം ക്ഷണിക്കപ്പെടുന്നത്? എന്താണ് അതിന്റെ കാരണം? ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന ഒരു മതമുണ്ട്, പാരമ്പര്യത്തോട് നിരാകരണമുള്ള മതം, ആധുനികതയോട് താല്പര്യമുള്ള മതം, പുതിയ കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ വെട്ടിമുറിക്കുന്ന ഒരു മതം, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ പാശ്ചാത്യ ലോകവീക്ഷണങ്ങൾക്കനുസരിച്ച് ചെത്തിമിനുക്കി കൊടുക്കുന്ന ഒരു മതം. അത് പഠിപ്പിക്കുന്ന ആളുകളെയായിരുന്നു വേണ്ടത്. അതിനുവേണ്ടി അവരെ സജ്ജമാക്കിയിരുന്നു, അവർക്ക് സൗകര്യങ്ങൾ കൊടുത്തിരുന്നു. 1885 മലമ്പുറം പള്ളിയിലെ മഹാനായ മമ്പുറം സയ്യിദ് അലവി തങ്ങളുടെ മക്ബറകൾ പൊളിക്കാൻ, ആ മക്ബറ പൊളിച്ച് തറമ്മൽ പള്ളിയിലെ ജാറം പൊളിച്ച് അവിടെയുള്ള മഹാനുഭാവന്റെ ദേഹം അവിടെ നിന്ന് നാട് കടത്തി കൊണ്ടുപോയി കബറടക്കണമെന്ന് അന്നത്തെ മജിസ്ട്രേറ്റ് കലക്ടർക്ക് ഒരു കത്ത് കൊടുക്കുന്നുണ്ട്. എന്താ കാരണം പറഞ്ഞത്? മലബാറിലെ മുസ്ലിമീങ്ങൾ അവർ പോരാട്ടത്തിനിറങ്ങുമ്പോ തറമ്മൽ പള്ളിയിൽ പോയിട്ട് അവർ സിയാറത്ത് ചെയ്യുന്നു, അവിടെ പോയിട്ട് ആത്മീയമായി ഇന്ധനത്തെ സ്വീകരിക്കുന്നു. മക്കാമ് പൊളിക്കൽ ബ്രിട്ടീഷുകാരന്റെ ആവശ്യമായിരുന്നു, മക്കാമ് പൊളിക്കൽ ബ്രിട്ടന്റെ ആവശ്യമായതുപോലെ അത് അവിടെ മുജാഹിദിന്റെയും ആവശ്യമായിരുന്നു. കേരളത്തിൽ മക്കാമുകൾ പൊളിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്ത ആളുകൾ ഒന്ന് ബ്രിട്ടീഷുകാരായിരുന്നുവെങ്കിൽ മറ്റൊന്ന് വഹാബികളാണ്. നാടുകാണിയിലും കുറ്റ്യാടിയിലും ഒക്കെ അവർ മക്ബറകൾ പൊളിക്കാൻ അവർ ആക്രമണം നടത്തിയത് കാഴ്ചകൾ, വാർത്തകൾ നമ്മൾ കണ്ടതാണ്. നിങ്ങൾ നോക്കൂ, ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കൾ, ആഗോള ശത്രുക്കൾ ആഗ്രഹിക്കുന്ന ഒരു മതമുണ്ട്. ആ മതത്തെ, നവീകരിക്കപ്പെട്ട മതത്തെ, അതോറിറ്റിയോട് ആദരവില്ലാത്ത, പ്രാമാണികമായി മഹബത്തില്ലാത്ത, പാരമ്പര്യബോധമില്ലാത്ത മതത്തെ, ആ മതത്തെ ഉണ്ടാക്കിയെടുക്കുക എന്ന നവീകരിക്കപ്പെടുന്ന മതത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ടാണ് കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ട മുഴുവൻ ബിദ്അകളും കടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ആ ബിദ്അകളെ മുഴുവൻ പ്രതിരോധിക്കുന്ന സമസ്തയാണെങ്കിലോ സുന്നത്ത് ജമാഅത്താണെങ്കിലോ ഇവിടെ അതോറിറ്റിയോട് സ്നേഹമുണ്ടാക്കുന്ന, മഹാന്മാരോട് ആദരവുണ്ടാക്കുന്ന ഒരു സൂഫി ഇസ്ലാമിന്റെ മധുരിമയുള്ള ഒരു മതം, പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന്റെ തനിമയുള്ള മതം, ആ മതത്തെയാണ് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു മത കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നത്? എന്തിനാണ് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണമെന്ന് പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക മഹാസമ്മേളനത്തിൽ മഹാനരായ ശൈഖുനാ ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസ്താവനയുണ്ട്, ഒരു പ്രസംഗമുണ്ട്.
മഹാനവറുകൾ പറഞ്ഞു, ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ സുന്നത്തു ജമാഅത്ത് നിലനിൽക്കാൻ ഗവൺമെന്റ് ഞങ്ങളെ സഹായിക്കണം. സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. എന്തുകൊണ്ടാണ്? സുന്നത്തു ജമാഅത്ത് ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാവുകയുള്ളൂ. ശംസുൽ ഉലമയുടെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗമാണത്. എങ്ങനെയാണ് സുന്നത്തു ജമാഅത്ത് നിലനിൽക്കുമ്പോൾ രാജ്യത്ത് മതസൗഹാർദ്ദം ഉണ്ടാകുന്നത്? അതിന്റെ ഉത്തരമാണ് കഴിഞ്ഞ 75 കൊല്ലമായി കേരളത്തിന്റെ അകത്തും പുറത്തും മലയാളികൾ ഉള്ള ഇടങ്ങളിലൊക്കെയും പ്രവർത്തിക്കുന്ന സമസ്തയുടെ മദ്രസകൾ. നിങ്ങൾ നോക്കൂ, ഇന്ത്യയുടെ ചരിത്രം തന്നെ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ മുമ്പിൽ നിന്നതാരാണ്? ഇവിടെയുള്ള സൂഫികളാണ്. അജ്മീർ ഹാജയെ പോലെയുള്ള, മഹാനായ ബഖ്തിയാർ കാക്കി തങ്ങളെ പോലെയുള്ള, നിസാമുദ്ദീൻ ഔലിയെ പോലെയുള്ള സൂഫികളാണ്. സൂഫികൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രബോധനം നടത്തിയപ്പോൾ അതിനെ സ്വീകരിക്കാൻ എല്ലാ മതത്തിന്റെ ആളുകളും മുന്നോട്ട് വന്നിരുന്നു. സൂഫി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരോടും സൗഹൃദത്തോടെ വർത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 75 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ എത്ര 10,000-ൽ പരം വരുന്ന മദ്രസകൾ, ലക്ഷക്കണക്കിന് കുട്ടികൾ, ലക്ഷക്കണക്കിന് അധ്യാപകർ, ഇവരിൽ നിന്ന് എവിടെയെങ്കിലും ഒരൊറ്റ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ആ മദ്രസകളിൽ രാജവിരുദ്ധമായ ഒരു ആദർശം പഠിപ്പിക്കപ്പെട്ടു എന്ന്, രാജവിരുദ്ധമായ ആശയം പഠിപ്പിക്കപ്പെട്ടു എന്ന് ഇക്കാലം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടു വന്ന ഓരോ ബിദ്അകളെയും നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. മുജാഹിദുകളാവട്ടെ, ജമാഅത്തുകാരാവട്ടെ, തബ്ലീഗുകാരാവട്ടെ, ഈ 3 ബിദ്അകൾക്കെതിരെ രാജ്യദ്രോഹത്തിന്റെ പരാമർശങ്ങളുള്ള കേസുകൾ ഇന്ത്യയുടെ വിവിധ കോടതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. ആത്മീയതയുടെ നനവുള്ള ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് മാറി ആധുനികതയുടെ, ഭൗതികതയുടെ, അതിതീവ്രവാദത്തിന്റെ പരപ്പുകളിലേക്ക് പടർന്നുപോയാൽ അവിടെ വരുന്ന തീവ്രവാദമാണ്. കേരളത്തിൽ നിന്ന് 500-ൽ പരം വരുന്ന ആളുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദത്തിന്റെ പേരിൽ എന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അതിന്റെ പിറകിൽ നിങ്ങൾ പോയി നോക്കുക. ആ 500-ൽ പരം വരുന്ന ആളുകൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടപ്പോൾ അവരുടെ ആദർശം ഏതായിരുന്നു? അവരുടെ ആശയം ഏതായിരുന്നു? അവരുടെ കാഴ്ചപ്പാടുകൾ ഏതായിരുന്നു? ഇസ്ലാമിന്റെ പാരമ്പര്യ മാർഗത്തിൽ നിന്ന് തന്നെ മാറി സ്വതന്ത്രമായ ആശയങ്ങളെ വ്യാഖ്യാനിക്കുവാനുള്ള സ്വതന്ത്രമായ ഒരു വ്യാഖ്യാനത്തിന് വഴികൾ തേടുന്ന കക്ഷികളായിരുന്നു അവരൊക്കെ. ബിദ്അത്തിന്റെ മുഴുവൻ ആളുകളും ഈ പാരമ്പര്യത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചരിച്ചപ്പോൾ അവർക്കൊക്കെയും ആശയപരമായിട്ടുള്ള പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 100 കൊല്ലത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സമസ്തയെക്കുറിച്ച് അങ്ങനെ ഒരു ഏട് പറയാൻ കഴിയില്ല. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആദർശപരമായിട്ട് മാത്രമല്ല, സാമൂഹ്യപരമായി ഈ രാജ്യത്തിന്റെ, മുസ്ലിം സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് അഹ്ലുസുന്ന ഇവിടെ വേണം. സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടാൻ, ഈ രാജ്യത്തിന്റെ സൗഹാർദ്ദവും ഈ രാഷ്ട്രത്തിന്റെ സുരക്ഷയും സംരക്ഷിക്കപ്പെടാൻ ഇവിടെ സുന്നത്തു ജമാഅത്ത് നിലനിൽക്കണം. ഇനി ആദർശമാണെങ്കിലോ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസപരമായ കാഴ്ചപ്പാടുകൾ, ആ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ സുന്നത്തു ജമാഅത്തിന് മാത്രമേ സാധ്യമായിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ 100 കൊല്ലത്തെ നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് കേരളത്തിൽ ബിദ്അകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അവരൊക്കെ നമ്മൾക്കെതിരെ ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ? ഇവിടെയുള്ള സുന്നികൾ മുഴുവനും ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്താണ്. അവർ മഹാന്മാരെ ആദരിക്കാറുണ്ട്. നമ്മൾ മഹാന്മാരെ ആദരിക്കുന്നു, അവരുടെ മഖബറുകളിലേക്ക് പോകുന്നു, അവരെ സിയാറത്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നു, അവരെ കൊണ്ട് തബറുക്ക് എടുക്കുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തു പോകുന്ന പണികളാണ്. ഒരിക്കലും അത്തരത്തിലുള്ള നടപടികൾ പാടില്ല. അഭൗതികമായി എങ്ങനെയാണ് നമുക്ക് ഗുണമുണ്ടാവുക എന്ന്, എങ്ങനെയാണ് നമുക്ക് ഗുണം ലഭിക്കുന്നത് എന്നറിയാത്ത ഒരു കാര്യവും അല്ലാഹു അല്ലാത്ത ഒരാളോടും ചോദിക്കാൻ പാടില്ല. അതുകൊണ്ട് മഹാന്മാരോട് കൊണ്ട് തബറുക്ക് എടുക്കുന്നത്, അവരോട് സഹായം ചോദിക്കുന്നത്, അവരെ പേര് വിളിക്കുന്നത്, ഇതൊക്കെ ഇസ്ലാമിന്റെ വൃത്തത്തിന് പുറത്തുള്ള കാര്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ സുന്നികൾ മുശ്രിക്കുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വഹാബികൾ 920-കളിൽ പ്രത്യക്ഷപ്പെട്ടത്. 920-കളിൽ മുജാഹിദുകൾ വരുമ്പോൾ അവർ പറഞ്ഞത് നമ്മളൊക്കെ മുശ്രിക്കാണ് എന്നാണ്. അതിന്റെ കാരണം എന്താണ്? നമ്മൾ മഹാന്മാരെ ആദരിക്കുന്നു. എന്താണ് ഇതിന്റെ ന്യായം? എന്താണ് ഇവിടെ ഇതിന്റെ പ്രാമാണികമായ വായന? എന്താണ്? പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹതയുള്ള ഒരാളുമില്ല. അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ ഒരാൾക്കും അർഹതയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ വിശ്വാസം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരാൾക്കും ഒരു കഴിവുമില്ല. വഅന്നൽ ഖുദ്റത ലില്ലാഹി ജമീഅൻ, എല്ലാ കഴിവുകളും റബ്ബിന്റെ മാത്രമാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ അല്ലാഹുവിന്റെ അടിമകൾ എല്ലാവരും ഒരുപോലെയല്ല. ഈ ഭൂമിയിൽ ഞാനും നമ്മളും നമ്മളെ പോലെയല്ല. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ അടിമകൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ അടിമകൾ. ലോകത്ത് അള്ളാഹു ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും, അള്ളാഹു നടപ്പിലാക്കുന്നത് മുഴുവനും ഓരോ നിമിത്തങ്ങൾ മുഖേനയാണ്. അള്ളാഹു നടപ്പിലാക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണങ്ങളുണ്ട്. എല്ലാത്തിനും കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ
നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് എവിടെ വെച്ച് ദുആ ചെയ്താലും അള്ളാഹു ഉത്തരം ചെയ്യും. എന്നാൽ നിങ്ങൾ അറഫ മരുഭൂമിയിൽ പോയി ദുൽഹിജ്ജ 9 ളുഹർ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം അവിടെ നിന്ന് ദുആ ചെയ്താൽ പ്രത്യേകമായി ഉത്തരം കിട്ടുമെന്ന് പരിശുദ്ധതി നമ്മെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹു തആലക്ക് നമുക്ക് ഉത്തരം നൽകാൻ നമ്മൾ കാശൊക്കെ മുടക്കിയിട്ട് അറഫയ്ക്ക് തന്നെ പോണോ? അതും ദുൽഹിജ്ജ 9 തന്നെ പോണോ? ലക്ഷക്കണക്കിന് ആളുകൾ ദുൽഹിജ്ജ 9 അവിടെ പോയി തടിച്ചുകൂടുക എന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഈ സമയത്തും അറഫ അവിടെയുണ്ട്, ഈ സമയത്തും ഉണ്ട് അറഫ. അവിടെ തരിശു ഭൂമിയാണ്, ആരുമില്ല അവിടെ. ദുൽഹിജ്ജ 9 അല്ലാത്ത 364 ദിവസവും അവിടെ ശൂന്യമാണ്. എന്തിനാണ് ഒരു ദിവസം നിങ്ങൾ അവിടെ നിന്ന് ഏതാനും മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചാൽ നിങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്താലൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത്? അതൊരു നിമിത്തമാണ്, അള്ളാഹു നിയമിച്ച നിമിത്തമാണത്. നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി പോയാൽ തവാഫ് ചെയ്യുമ്പോൾ ആ തവാഫ് കഴിഞ്ഞിട്ട് വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല, ഇബ്രാഹിം മഖാമിന്റെ പരിസരത്ത് പോയിട്ട് നിസ്കരിക്കണം. ഉംറയ്ക്ക് പോയവർക്ക് അറിയാമല്ലോ, തവാഫ് കഴിഞ്ഞിട്ട് ഇബ്രാഹിം മഖാമിന്റെ പിറകിൽ പോയി നിസ്കരിക്കുക എന്നത് എത്ര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം എന്തിനാണ് അങ്ങനെ ശാഠ്യം പിടിക്കുന്നത്? നിങ്ങൾ അവിടെ തന്നെ നിസ്കരിക്കണമെന്ന്. എത്ര സ്ഥലമുണ്ട് അവിടെ? ഹറമിന്റെ എവിടെ പോയി നിസ്കരിച്ചാലും നിസ്കാരം അള്ളാഹുവിന് തന്നെയല്ലേ? പക്ഷെ ഖുർആൻ പറയുന്നു നിങ്ങൾ അവിടെ തന്നെ പോയി നിസ്കരിക്കണമെന്ന്, അത് പുണ്യമുണ്ടെന്ന്. ഇദർ ഇസ്മായിലിന്റെ കെട്ടിന്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചാൽ പുണ്യമുണ്ട്. നിങ്ങൾ കഅബയുടെ പാത്തിയുണ്ട്, ആ പാത്തിയുടെ ചുവട്ടിൽ പോയിട്ട് ദുആ എന്നാൽ പുണ്യമുണ്ട്. ഹജറുൽ അസ്വദിന്റെയും വാതിലിന്റെയും ഇടയിലുള്ള ചെറിയ സ്ഥലം, അവിടെ നിന്ന് ദുആ എന്നാൽ ഉത്തരമുണ്ട്. എന്തിനാണ് ഈ സ്ഥലങ്ങളെ നിശ്ചയിക്കുന്നത്? അത് പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളാണ്. ഇബ്രാഹിം നബിയുടെ പാദം പതിഞ്ഞ സ്ഥലമാണത്. ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അവിടെ അനേകം ആളുകളുടെ സ്വാലിഹീങ്ങളുടെ ഖബറുണ്ട് അവിടെ. അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ ദുആ ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേകം ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പൊ സ്ഥലങ്ങൾക്ക് പുണ്യമുണ്ട്, സമയങ്ങൾക്ക് പുണ്യമില്ലേ? വെള്ളിയാഴ്ച രാവിന്റെ പുണ്യമുണ്ടല്ലോ, ശഅബാൻ 15 രാവിന്റെ പുണ്യമില്ലേ? ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ പുണ്യമില്ലേ? നിങ്ങൾ നോക്കൂ, നമ്മൾ ഹദീസുകളിൽ കണ്ടതാണ്, നിങ്ങൾ പാതിരാ സമയത്തിനോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേകമായി ഉത്തരം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ അധ്യാപനം. അള്ളാഹ്ക്ക് നമുക്ക് ഉത്തരം നൽകാൻ എന്തിനാണ് ഈ പാതിരാ സമയം തന്നെ? അങ്ങനെ ഒരു ശാഠ്യം എന്തിനാണ്? അള്ളാഹുവിന് സമയമില്ലല്ലോ, അള്ളാഹുവിന് കാലമില്ലല്ലോ. എന്തിനാണ് നമ്മളോട് നിങ്ങൾ പാതിരാത്രി തന്നെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞത്? അതൊരു നിമിത്തമാണ്. നിങ്ങൾക്ക് പുണ്യങ്ങൾ ലഭിക്കാൻ സമയങ്ങളെ നിമിത്തമാക്കിയിട്ടുണ്ട്, സ്ഥലങ്ങളെ നിമിത്തമാക്കിയിട്ടുണ്ട്. എന്നതുപോലെ അള്ളാഹുവിന്റെ അടിമകൾക്ക് പുണ്യങ്ങൾ കൊടുക്കാൻ അള്ളാഹു വ്യക്തികളെ നിമിത്തമാക്കിയിട്ടുണ്ട്. സ്ഥലങ്ങൾ നിമിത്തമായതുപോലെ സമയങ്ങൾ നിമിത്തമായതുപോലെ വ്യക്തികളും നിമിത്തങ്ങളാണ്. അത് വിശുദ്ധ ഖുർആൻ അധ്യാപനമല്ലേ? ഖുർആൻ പറയുന്നുണ്ട്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തും മിനസ് സമാഇ വൽ അർദ്. നിങ്ങൾക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹുവിന്റെ ബറക്കത്തുകൾ വേണോ? ഒറ്റ മാനദണ്ഡമാണ്, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ. ഒരു നാട്ടിലെ ജനങ്ങൾ ഈമാനും തഖ്വയുമുള്ളവരായാൽ, ഈമാനും തഖ്വയുമുള്ള മനുഷ്യരെവിടെയുണ്ടോ അവിടെ അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകുമെന്നാണ്. അത് ലോകത്തെ ചരിത്രം അങ്ങനെയാണ്. മഹാനായ ഖദർ നബി അലൈഹിസ്സലാം, മഹാനവറുകളുടെ ശരിയായ പേര് ഖദർ എന്നല്ലല്ലോ, ബല്യ എന്നായിരുന്നു. പിന്നെ എവിടെ നിന്നാണ് പച്ചപ്പ് എന്നർത്ഥമുള്ള ഈ ഖദർ എന്ന പേര് കിട്ടിയത്? മഹാനവറുകൾ എവിടെ പോയാലും അവിടെ എത്തിയാൽ ആ നാട്ടിൽ മഴയില്ലെങ്കിൽ മഴയുണ്ടാകും, ഊഷരമാണെങ്കിൽ അത് ഊഷ്മളമായി മാറും, അവിടെ പച്ചപ്പ് വരണ്ട ഭൂമിയാണെങ്കിൽ അത് പച്ചപ്പുള്ള മണ്ണായി മാറും. എന്തുകൊണ്ട്? ഖദർ നബിയുടെ സാന്നിധ്യം കൊണ്ട്. സ്വാലിഹീങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് റബ്ബിന്റെ ബറക്കത്തുണ്ടാവുക. മറിയം ബിബി റളിയല്ലാഹു അൻഹ ഉണങ്ങിയ മരം പിടിച്ച് കുലുക്കിയപ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, വഹുസി ഇലൈകി ബിജിദ്ഇൻ നഖ്ല തുസാഖിത് അലൈകി റുതബൻ ജനിയ. ഓ മറിയമേ, നിങ്ങൾ ആ ഉണങ്ങിയ മരം പിടിച്ചൊന്ന് കുലുക്കണം, നിങ്ങൾക്ക് നല്ല പഴുത്ത പഴങ്ങളെ തരും. ഉണങ്ങിയ മരത്തിൽ നിന്ന് എങ്ങനെയാണ് പഴങ്ങൾ ഉണ്ടായത്? അത് മറിയം ബീവി എന്ന ചാരിത്ര വിശുദ്ധിയുള്ള വനിതയാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ മുബാറക്കായ കരം പിടിച്ചു കുലുക്കിയപ്പോൾ അല്ലാഹു തആല ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. സ്വാലിഹീങ്ങൾ എവിടെയുണ്ടോ അവിടെയാണ് അല്ലാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാകുന്നത്, അല്ലേ? ഇങ്ങനെ എവിടെയാണ് സ്വാലിഹീങ്ങൾ ഉള്ളത് അവിടെ ബറക്കത്തുണ്ടാകുമെന്ന് ഖുർആന്റെ അധ്യാപനമല്ലേ? വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമല്ലേ? ആ കാര്യത്തിന് തുടർച്ചയാണ് പരിശുദ്ധ ഇസ്ലാമിലൂടെ നിയമങ്ങളായിട്ട് നമ്മിലേക്ക് കടന്നു വന്നത്. അവൻ നമ്മളും അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഒരുപോലെയല്ല. നമ്മൾ ചോദിക്കുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ചോദിക്കുമ്പോ അവർ മുഖേന നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളെ കിട്ടും. നമുക്കുള്ള പതിവുകൾ പോലെയല്ല അവർക്കുള്ള പതിവുകൾ.
ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇരുട്ട് മൂടിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ളത് കാണാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരു മതിലിനപ്പുറത്തുള്ളത് കാണാൻ, ഒരു മറയ്ക്ക് പിറകിലുള്ളത് കാണാൻ എന്നെ കൊണ്ടോ നിങ്ങളെ കൊണ്ടോ കഴിയില്ല. നമ്മുടെ കണ്ണിന് അങ്ങനെ ഒരു ശേഷിയില്ല. എന്നാൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് 2800 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഇറാഖിലെ നഹാവന്ത് എന്ന സ്ഥലത്ത് അവിടെ യുദ്ധം ചെയ്യുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനോട് യാ സാരിയ അൽ ജബൽ, സാരിയ പർവ്വതം നോക്കണേ എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് മദീനത്തെ മിമ്പറിൽ നിന്ന് 2800 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ആശയവിനിമയം കൊടുക്കാൻ കഴിഞ്ഞത്? നമ്മളെ കൊണ്ട് കഴിയോ? എങ്ങനെ സാധ്യമായി? അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന സ്വലാഹിയത്തിന്റെ ഉടമക്ക് അള്ളാഹു കൊടുക്കുന്ന സവിശേഷമായ കഴിവുകളാണ്. നിങ്ങൾ നോക്ക്, നമ്മുടെ കൈ കൊണ്ടുപോയി ഒരു തീയിൽ കൊണ്ടുപോയി വെച്ചാൽ നമ്മുടെ കൈ പൊള്ളിപ്പോകും. അത് പ്രപഞ്ചത്തിന്റെ ഒരു പതിവ്, അങ്ങനെയാണ്, അള്ളാഹു ഉണ്ടാക്കിയ പതിവാണ്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് എറിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിം നബിക്ക് വേണ്ടി അല്ലാഹു തആല തീയിനെ തണുപ്പാക്കി മാറ്റി കൊടുക്കുകയാണ്. അപ്പൊ സ്വാലിഹീങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് ഈ പ്രപഞ്ചത്തിന്റെ പതിവുകളെ മാറ്റി കൊടുക്കും. അവർ ചോദിച്ചാൽ നമ്മൾ ചോദിക്കുന്നതിനപ്പുറമുള്ളത് കിട്ടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് തങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ സ്വഹാബത്ത് ചോദിച്ചത്. റബീഅ റളിയല്ലാഹു അൻഹു 12 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രാത്രി സമയത്ത് വുളു എടുക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന് സഹായിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, സൽനി, എന്നോട് എന്തു വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, ഞാൻ നൽകാം. 12 വയസ്സുള്ള കുട്ടിയാണ് റബീഅ. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നബിയേ, എനിക്ക് സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ സാമീപ്യം ഉണ്ടാകണം. മുറാഫഖ എന്ന് പറഞ്ഞാൽ സതീർത്ഥ്യനാവുക എന്നാണ്. നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാൻ ഉണ്ടാകണം. ആരാ ചോദിക്കുന്നത്? 12 വയസ്സുള്ള കുട്ടിയാണ്. എന്താ റസൂലുള്ളാഹിന്റെ മറുപടി? സ്വർഗം തരാൻ എന്നെ കൊണ്ട് കഴിയില്ല, അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്നാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ സുജൂദ് ചെയ്ത് എന്നെ സഹായിക്കണം. സ്വർഗം കൊണ്ട് ആ കുട്ടിക്ക് സവിശേഷ സന്തോഷം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് തടസ്സം നിന്നോ? എങ്ങനെയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ട സ്വർഗം റസൂലുള്ളാഹിനോട് ചോദിക്കാൻ അനുവാദം കിട്ടിയത്? അത് നബി തങ്ങൾ നിമിത്തമാണ്. ആ നിമിത്തങ്ങൾ മുഖേന നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നത് ലോകത്തിന്റെ പതിവാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവിടെ മഹാനവറുകൾക്ക് മറവി ഉണ്ടായപ്പോൾ ആ മറവി മാറാൻ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാണ്, എനിക്ക് മറവിയാണ്, ഞാൻ എന്തു ചെയ്യണം? അപ്പൊ റസൂലുള്ളാഹി എന്താ പറയേണ്ടത്? മറവി മാറ്റാൻ അള്ളാഹിനോട് ചോദിക്കണം, വേറെന്താ ചെയ്യാനുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അതല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുണ്ട് ഇങ്ങനെ വിരിച്ചു. ആ വിരിച്ച മുണ്ടിലേക്ക് അന്തരീക്ഷത്തിൽ നിന്ന് എന്തോ എടുക്കുന്ന പോലെ കാണിച്ചു. അതിങ്ങനെ ചുരുട്ടി പിടിച്ചു. എന്നിട്ട് നെഞ്ചോട് ചേർക്കാൻ വേണ്ടി പറഞ്ഞു. മഹാനവറുകൾ അങ്ങനെ ചെയ്തു. പിന്നെ മരണം വരെ മഹാനവറുകൾക്ക് ഒരു മറവിയും ഉണ്ടായിട്ടില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? പറഞ്ഞാ പോരെ, എനിക്ക് മറവി ഉണ്ടാക്കല്ലേ എന്ന് ദ്വാരക്കൂ എന്ന് പറഞ്ഞാ പോരെ? അല്ലാഹുവേ, അബൂ ഹുറൈറക്ക് മറവി കൊടുക്കല്ലേ എന്ന് ദ്വാരന്നാ പോരെ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇത് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ബറക്കത്ത് ലഭിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കലാണ്. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഒരിക്കൽ ഒരു സ്വഹാബി വരികയാണ്, കണ്ണിന് കാഴ്ചയില്ലാത്ത സ്വഹാബി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണിന് കാഴ്ചയില്ല, കണ്ണിന് കാഴ്ചയുണ്ടാവാൻ എനിക്ക് കാഴ്ച വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ പറഞ്ഞത്? നീ അള്ളാഹുവോട് പോയി ദുആ എന്നല്ല പറഞ്ഞേ, നീ വുളു എടുത്തുകൊണ്ട് വാ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവേ, ഇയാളോട് ദുആരക്കാൻ, അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയിട്ട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ്, ഓ തിരുദൂതരേ. അള്ളാഹിനോടുള്ള ദുആയിൽ ആരെ വിളിക്കുന്നു? റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഈ നബിയെ കൊണ്ട് എൻ്റെ കാര്യം നീ നടപ്പാക്കി തരണേ. ഈ ആളുടെ കാഴ്ച തിരിച്ചു കൊടുക്കാൻ അല്ലാഹു തആലക്ക് ഇടയിൽ ഒരാൾ ആവശ്യമുണ്ടോ? അല്ലാഹുവേ, എൻ്റെ കാഴ്ച തരണേ എന്ന് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ റസൂലുള്ളാഹി, അല്ലാഹുവേ, ഈ സാധുവിന്റെ കാഴ്ച കൊടുക്കണേ എന്ന് പറഞ്ഞാ പോരെ? എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? മുസ്ലിമീങ്ങളുടെ ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ അവർക്ക് സഹായമുണ്ടാകാൻ, അള്ളാഹുവിൽ നിന്നും ബറക്കത്ത് ലഭിക്കാൻ സ്ഥലങ്ങളെയും സമയങ്ങളെയും നിമിത്തമാക്കുന്നത് പോലെ വ്യക്തികളെയും നിമിത്തമാക്കാൻ പറ്റുമെന്ന് പഠിപ്പിക്കലാണ്. ഇത് ലോകത്തെ പതിവാണ്. ഇത് എണ്ണി എണ്ണി പറഞ്ഞാൽ നേരം പുലരും വരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള നടപടികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും ബറക്കത്ത് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇത് ചെയ്യരുത്,
ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ് കേരളത്തിലെ വഹാബികൾ, മുജാഹിദുകൾ. ആ തബറുക്കിനെ നിഷേധിച്ചു, ഇസ്തിഗാസ പാടില്ലെന്ന് പറഞ്ഞു, തവസ്സുൽ പാടില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ പ്രാമാണികമായി സ്ഥിരപ്പെട്ടതാണ്. എന്നിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കാൻ അവർ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തു. ഈ നടപടിയാണ് അവർ ചെയ്തത്. എന്നാൽ ഇവർ ആ കാലഘട്ടത്തിൽ ഈ വാദങ്ങളൊക്കെ പറഞ്ഞത് ആരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ്? ആ കാലഘട്ടത്തിലെ 1930കളിൽ മരണപ്പെട്ട ഈജിപ്തുകാരനായ റഷീദ് റിള എന്ന പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ കാഫിറാക്കിയത്. പക്ഷെ ഇന്ന് പുതിയ മുജാഹിദ് ഗ്രൂപ്പുകൾ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ്സായ റഷീദ് റിള യുക്തിവാദിയായിരുന്നു. അവർ തന്നെ പറയുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയ സ്രോതസ് മുഹമ്മദ് അബ്ദു ഹദീസ് നിഷേധിയായിരുന്നു, അഫ്ഗാനി പാശ്ചാത്യൻ ഏജന്റായിരുന്നു. 100 കൊല്ലം മുമ്പ് സമസ്തയുടെ ഉലമാ പറഞ്ഞിരുന്ന ആശയം എന്താണോ അതേ ആദർശത്തിലേക്ക് മടങ്ങി വരാൻ ഇന്നവർ നിർബന്ധിതരായിരിക്കുകയാണ്. ഒരു കാലത്ത് തറാവീഹ് നമസ്കാരം 20-നേക്കാൾ കൂടുതൽ 20-ൽ പാടില്ല, 8 പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്ന ആളുകൾ 2023 അൽ ഇസ്ലാഹ് മാസിക എന്ന മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിൽ അവർ എഴുതി, തറാവീഹ് നമസ്കാരം അത് 20 നിസ്കരിച്ചാലും പുണ്യമുണ്ട്. 100 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞ ആദർശത്തിലേക്ക് അവർക്ക് മടങ്ങി വരേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഇതിൽ പ്രാമാണികമായ മാർഗമില്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നമ്മുടെ ഉലമാ കൃത്യമായിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളുടെ അമലുകൾ സംരക്ഷിക്കപ്പെടണോ, നിങ്ങൾ ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ മദ്ഹബുകളെ സ്വീകരിക്കണം. നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടണോ, വൈകല്യങ്ങളില്ലാത്ത വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സുന്നത്തു ജമാഅത്തിന്റെ അഖീദയെ പിന്തുടരണം. നിങ്ങൾക്ക് ആത്മീയമായ ആനന്ദം ഉണ്ടാകണോ, നിങ്ങൾക്ക് തസവ്വുഫ് വേണം, തസവ്വുഫ് പഠിക്കണം, പകർത്തണം. ഇത് 3ഉം വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ബിദഅകൾ വന്നത്. ഫിഖ്ഹ് വേണ്ട, സ്വന്തമായിട്ട് ഗവേഷണം ചെയ്യട്ടെ. അങ്ങനെ സ്വന്തമായി ഗവേഷണം ചെയ്തു. എന്നിട്ട് എവിടെ വരെ എത്തി? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ തിരുത്തേണ്ടി വരുന്നു. ആദർശത്തിൽ തിരുത്തലുകൾ പാടില്ല. ഇസ്ലാമിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ തിരുത്തലുകൾ പാടില്ല. ശാഖാപരമായ കാര്യങ്ങളിലാണ് ഗവേഷണം പോലും അനുവദിക്കപ്പെടുകയുള്ളൂ. ഇന്ന് തൗഹീദായ കാര്യം നാളെ ശിർക്കാണെന്ന് പറയാൻ പാടില്ല. ഇന്ന് തൗഹീദ് നാളെ ശിർക്കായി മാറിയിട്ടുണ്ടെങ്കിൽ എന്റെ ഇന്നത്തതും ശരിയല്ല, ഇന്നലത്തതും ശരിയല്ല. എന്തുകൊണ്ട്? തൗഹീദും ശിർക്കും ഉൾപ്പെടുന്ന വിശ്വാസ കാര്യങ്ങൾ അതിന് ഭേദഗതി പാടില്ല. അത് 1400 കൊല്ലം അല്ല ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കൽ, ഇതൊക്കെ പറഞ്ഞിരുന്ന അവർ പിന്നീട് കോലം മാറി. എല്ലാത്തിലേക്കും പരിണാമങ്ങൾ ഉണ്ടായി അല്ലെ? സ്വന്തമായിട്ട് പാർട്ടികൾ വരെ തുടങ്ങി. നോക്കൂ, 1970കളിൽ ഇതേ വഹാബികളുടെ കൂടെ നടന്നിരുന്ന ചേകനൂർ മൗലവി, ആ മൗലവി ഉൾപ്പെടെയുള്ള CN അഹമ്മദ് മൗലവിയെ പോലെയുള്ള യുക്തിവാദികൾ വന്നു. അവർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മഖബറകൾ മാത്രം എതിർത്താൽ പോരാ, ഇബ്രാഹിം മഖാമിനും പുണ്യമില്ലെന്ന് പറയണം, സംസം വെള്ളത്തിന് പുണ്യമില്ലെന്ന് പറയണം, ഹജറുൽ അസ്വദിനും പുണ്യമില്ലെന്ന് പറയണം. തറാവീഹ് നമസ്കാരത്തിന്റെ എണ്ണം മാത്രം ചുരുക്കിയാൽ പോരാ, ഇശാഉം ചുരുക്കണം, അതുമില്ലെന്ന് പറയണം. ഒരേ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് വഹാബിസം വളർന്നു വന്ന സോഫ്റ്റ്വെയറിന്റെ അപ്ഡേറ്റഡ് വേർഷൻ ആയിരുന്നു ചേകനൂർ മൗലവി. എന്നിട്ട് 2000 എത്തിയപ്പോ മുജാഹിദ് വിഭാഗം തന്നെ ഒരു കൂട്ടർ ഇപ്പുറത്തും മറുകൂട്ടർ ഇപ്പുറത്തു നിന്ന് പരസ്പരം ശിർക്ക് ആരോപിക്കാൻ തുടങ്ങി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്, നിങ്ങൾ വഴി അറിയാതെ ഒരിടത്ത് കുടുങ്ങിപ്പോയാൽ നിങ്ങൾ അവിടെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയണം. അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കണേ. എവിടെ? വഴിയറിയാതെ ഒരു മരുഭൂമിയിൽ കുടുങ്ങിയാൽ ആരും അവിടെ ഇല്ല. ആരുമില്ലാത്ത സ്ഥലത്തല്ലേ അള്ളാഹനെ വിളിക്കേണ്ടത്? ആരുമില്ലാത്ത സ്ഥലത്താണല്ലോ പടച്ചവനെ സഹായിക്കണമെന്ന് പറയേണ്ടത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവിടെ നിങ്ങൾ എന്ത് പറയണം? അള്ളാന്റെ അടിമകളെ സഹായിക്കണം. അവിടെ എവിടെ അടിമകൾ? ആരുമില്ലല്ലോ അവിടെ. അപ്പൊ ഏതാണ് അടിമകൾ? അള്ളാഹുവിന്റെ അടിമകളാകുന്ന ജിന്നുകളും മലക്കുകളും ഉണ്ടവിടെ. അവർ നിങ്ങളെ സഹായിക്കും. ഈ ഹദീസ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ട് പറയാണ്, മഹാനവറുകൾ ഹജ്ജിന് വേണ്ടി പോയപ്പോ പല തവണ വഴി മുട്ടിപ്പോയപ്പോൾ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് വിളിച്ചപ്പോൾ യാത്രയിൽ വഴി കാണിക്കപ്പെട്ടു എന്ന് ഹദീസാണ്. ഇമാം നബവി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം തൊബറാനി, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ തുടങ്ങിയ മഹാപണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുകയാണ്. ഈ ഹദീസ് കണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ കുടുങ്ങിപ്പോയി. എന്ത് ചെയ്യും? അവർക്കിടയിൽ ചർച്ച. കാരണം എന്താണ്? മുജാഹിദ് പഠിപ്പിച്ച ആദർശപ്രകാരം അള്ളാന്റെ അടിമകളെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അടിമ എവിടെ ഇല്ല. അവിടെ എങ്ങനെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല. എങ്ങനെ സഹായിക്കുമെന്ന് അറിയാത്ത ഒരു കാര്യം ചോദിക്കാൻ പാടില്ല, ശിർക്കാണ്. അങ്ങനെ വന്നാൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ചോദിക്കൽ ശിർക്കാണ്. അപ്പൊ എന്ത് ചെയ്യും? കുടുങ്ങിപ്പോയി. അങ്ങനെ മുജാഹിദിനിടയിൽ 2 ഗ്രൂപ്പ് ഉണ്ടായി. ഒരു ഗ്രൂപ്പ് പറഞ്ഞു ഈ ഹദീസ് ശരിയല്ല, അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല.
മറ്റൊരു ഗ്രൂപ്പ് പറഞ്ഞു, ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അവിടെ ഒരു ജിന്നോ ഒരു മലക്കോ ഉണ്ടെങ്കിൽ അതിനോട് സഹായം ചോദിച്ചാൽ ശിർക്കില്ല, ജിന്നിനോട് സഹായം ചോദിക്കാം. അങ്ങനെ പുതിയ ഗ്രൂപ്പ് ഉണ്ടായി. അവരെ ജിന്നൂരികൾ എന്ന് പേരിട്ട് വിളിച്ചു. ഈ ജിന്നിനോട് സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് മുജാഹിദ് പറഞ്ഞപ്പോ മറു ഗ്രൂപ്പ് ഇവരെ പറഞ്ഞു, നിങ്ങൾ സുന്നികളെക്കാൾ വലിയ മുശ്രിക്കാണ്. ആര്? നമ്മളെ തൗഹീദും ശിർക്കും പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകൾ. അവർ തമ്മിൽ തിരക്ക് കൂടി, രണ്ട് ഗ്രൂപ്പായി മാറി. വലിയ കോലാഹലങ്ങൾ ഉണ്ടായി, വലിയ കോലാഹലങ്ങൾ. ഓരോ പണ്ഡിതനും ഓരോ അഭിപ്രായം പറയാൻ തുടങ്ങി. 2007 മുജാഹിദ് വിഭാഗത്തിന്റെ ഔദ്യോഗിക സംഘടനയിലെ പ്രധാന പ്രഭാഷകരൊക്കെയും ഈ വാദം സ്വീകരിച്ചു. അവർ പറഞ്ഞു, ജിന്നിനോട് സഹായം ചോദിക്കൽ ശിർക്കല്ല. വലിയ കോലാഹലങ്ങൾ ഉണ്ടായി. ഓരോരുത്തരും ഗവേഷണം നടത്തില്ലേ, സ്വന്തമായി ജിത്തിഹാദ് ചെയ്യുകയല്ലേ. 2012 അവസാനം 5 കൊല്ലം കഴിഞ്ഞ് എല്ലാവരെയും മീറ്റിംഗ് വിളിച്ചു, പണ്ഡിത സഭ. എന്നിട്ട് എല്ലാവരും അവരുടെ കയ്യിൽ ഹദീസും കിതാബൊക്കെ പിടിച്ചിട്ടാണ് വന്നത്. എല്ലാവർക്കും തെളിവുണ്ട്, എല്ലാവർക്കും ഖുർആനുണ്ട്. അതങ്ങനെയാണ്. ചേകനൂർ മൗലവി നിസ്കാരം 3 ഉള്ളൂ എന്ന് പറഞ്ഞത് ഖുർആൻ ഓതിയിട്ടാണ്. ഖവാരിജികൾ അലി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ തെറ്റാണെന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് പറഞ്ഞ് ഖുർആൻ ഓതിയിട്ടാണ്. എന്തിന്? ഗുലാം അഹമ്മദ് ഖാദിയാനി ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞ് ഖുർആൻ ഓതിയിട്ടാണ്. ഖുർആൻ തന്നെ ഖുർആനെ കുറിച്ച് പറഞ്ഞത് എന്താ? യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ആദ്യം പറഞ്ഞത് കുറെ ആൾക്കാർ ഇതുകൊണ്ട് കേടുവരുന്നാണ്. വയഹ്ദി ബിഹി കസീറ എന്നിട്ടാ പറഞ്ഞത് കുറെ ആൾക്കാർ നന്നാവും ചെയ്യും. ഖുർആൻ തന്നെ അങ്ങനെ. എന്തുകൊണ്ടാ? ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ആധികാരികമായ ഗ്രന്ഥമാണ്. അത് ആർക്കും ഉപയോഗിക്കാൻ കഴിയില്ല. ഇപ്പൊ ഒരുപക്ഷെ നമുക്ക് ബൈക്ക് എല്ലാവർക്കും നമുക്ക് ഓടിക്കാൻ പറ്റുമായിരിക്കും, ബൈക്ക്. എന്നാൽ വിമാനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എല്ലാവർക്കും ഓടിക്കാൻ പറ്റുമോ? കഴിയില്ല. അത് യോഗ്യതയുള്ളവർക്കേ കഴിയൂ. വിമാനം എല്ലാവരും ഉപയോഗിച്ചാൽ ചിലപ്പോൾ കേടുവന്നു പോകും, അപകടങ്ങൾ ഉണ്ടായി പോകും. എന്നതുപോലെ നിങ്ങൾ സാധാരണ പുസ്തകങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്യേണ്ടതല്ല ഖുർആൻ. അത് യോഗ്യരായവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയൂ. ഇത് മനസ്സിലാക്കണം നമ്മൾ. ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് തന്നെയാണ് ഇവരൊക്കെ യോഗം കൂടിയിട്ട് ജിന്നിനോട് സഹായം ചോദിച്ച് ശിർക്കാണോ അല്ലേ തീരുമാനിക്കാൻ വേണ്ടി വന്ന്. എന്നിട്ട് എങ്ങനെ തീരുമാനിച്ചെന്നറിയോ? പ്രമാണം കൊണ്ടല്ല, എല്ലാവരുടെ കയ്യിലും തെളിവുണ്ട്. അവസാനം യോഗം ചേർന്ന് ഭൂരിപക്ഷ അഭിപ്രായം തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ഓരോരുത്തരോടും ചോദിച്ചു, ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ? അപ്പോൾ ഓരോരുത്തർ പറയും പറ്റും, പറ്റില്ല, പറ്റും, പറ്റില്ല. അങ്ങനെ ഭൂരിപക്ഷം നോക്കിയപ്പോൾ ജിന്നിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് തീരുമാനമായി. ലോക ചരിത്രത്തിൽ ആദ്യമായി ഭൂരിപക്ഷം നോക്കി തൗഹീദും ശിർക്കും തീരുമാനിച്ച ഏക സംഘടനയാണ് മുജാഹിദുകൾ. ഭൂരിപക്ഷം നോക്കി, പ്രമാണം നോക്കിയിട്ടല്ല, ഭൂരിപക്ഷം നോക്കിയിട്ടാണ് തീരുമാനിച്ചത്. ഈ പരിണാമത്തിലേക്ക് എന്തുകൊണ്ട് അവരെത്തി? ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് കോഴിക്കോട് മുജാഹിദിന്റെ 10ാം വാർഷിക സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിന്റെ വാർത്താ സമ്മേളനം, പത്രസമ്മേളനം നടത്തുക കോഴിക്കോട്. അപ്പോൾ നേതാക്കന്മാരൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പത്രക്കാർ ചോദിച്ചു, ഈ മന്ത്രവാദത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മന്ത്രവാദം ഫലിക്കുമോ ഇല്ലയോ? അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ടി പി അബ്ദുള്ള കോയ മദനി, ഹുസൈൻ മടവൂർ, അവരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്താ പ്രശ്നം? ആ ഇരിക്കുന്ന മദനി ഗ്രൂപ്പിന്റെ അഭിപ്രായ പ്രകാരം സിഹിർ ഫലിക്കും എന്നാണ്. എന്നാൽ തൊട്ടപ്പുറത്തെ കസേരയിൽ ഇരിക്കുന്ന ഹുസൈൻ മടവൂരിന്റെ വിശ്വാസപ്രകാരം സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കൽ കുഫ്റാണ്, ശിർക്കാണ്. ഒരേ കസേരന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകളാണ്. ഒരാളുടെ വാദപ്രകാരം സിഹിർ ഫലിക്കും, മറ്റാളുടെ വാദപ്രകാരം സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ കുഫർ. പത്രക്കാരൻ ചോദിക്കുന്നു, മന്ത്രവാദം ഫലിക്കോ ഇല്ലേ? എന്താ ഒരു മറുപടി പറയാ? ഒന്നും പറഞ്ഞില്ല, ഒന്നും മറുപടി പറഞ്ഞില്ല. നമ്മുടെ സുപ്രഭാതത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ ലേഖനം എഴുതിയിരുന്നു. നിങ്ങൾ നോക്കൂ, സ്വന്തം സംഘടനയിൽപ്പെട്ട ആളുകൾക്കിടയിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അയാൾ മുശ്രിക്ക്, ഇയാൾ മുശ്രിക്ക് എന്ന വിശ്വാസമാണ്. ഞാൻ പറയട്ടെ, 1920കളിൽ ഇവരുടെ ആശയത്തെ പ്രചരിപ്പിക്കാൻ ഇവിടെ വന്ന വക്കം മൗലവി, ആ വക്കം മൗലവി എങ്ങാനും ഇന്ന് ഖബറിന്ന് എണീറ്റ് വന്നാൽ ഇന്നത്തെ മുജാഹിദിന്റെ വിശ്വാസപ്രകാരം മൂപ്പര് മുശ്രിക്കാണ്. എന്തുകൊണ്ട്? വക്കം മൗലവിയുടെ സ്മരണികയിൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായ മുഹമ്മദ് കണ്ണ് എന്ന സഹോദരൻ എഴുതിയിട്ടുണ്ട്, വക്കം മൗലവി എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞാൽ മന്ത്രിച്ചൂതലായിരുന്നു പതിവ്. എല്ലാ ദിവസവും വീട്ടിലേക്ക് ആളുകളൊക്കെ വരുന്നു, മന്ത്രിച്ചൂതുന്നു. ഇപ്പൊ നമ്മുടെ സാദാത്തുക്കളൊക്കെ ചൊവ്വാഴ്ച മാത്രം മന്ത്രികരിക്കല്. വക്കം മൗലവി എല്ലാ ദിവസവും ഇരുന്നിരുന്നു. ആ വക്കം മൗലവി ഇന്നത്തെ മുജാഹിദിന്റെ വാദപ്രകാരം ആരാ? മുജാഹിദിന്റെ ആദ്യകാല പ്രസിദ്ധീകരണമാണ് അൽ മുർഷിദ്. അൽ മുർഷിദിൽ കെ എം മൗലവി, ഇ കെ മൗലവി തുടങ്ങിയ ആളുകൾ അവരെഴുതി, നബിദിനാഘോഷം നമ്മൾ നടത്തണം, റബീഉൽ അവ്വലിൽ സന്തോഷിക്കണം. റബീഉൽ അവ്വൽ വന്നാൽ അറബിയിൽ മാത്രം മൗലിദ് ഓതിയാൽ പോരാ, മലയാളത്തിൽ വരെ മൗലിദ് ഓതണം. ആ എഴുതിയ മൗലവിമാരെങ്ങാനും ഇന്ന് ഹയാത്തിലുണ്ടെങ്കിൽ ഇന്നത്തെ മുജാഹിദിന്റെ വിശ്വാസപ്രകാരം അവർ മുശ്രിക്കല്ലേ? മുശ്രിക്കല്ലേ?
ഇനി ഞാൻ ചോദിക്കട്ടെ, എന്ത് ധൈര്യമുള്ളത്? ഇന്നത്തെ മുജാഹിദുകളുടെ പേരക്കുട്ടികൾ 100 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ആ 100 കൊല്ലം കഴിഞ്ഞ് വരുന്ന ആ പേരക്കുട്ടികൾക്ക് ഇന്നത്തെ മുജാഹിദുകളെ കുറിച്ച് അവർ മുശ്രിക്കല്ല എന്ന് വിശ്വസിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? ഇന്നത്തെ പുതിയ ഗ്രൂപ്പ്, മുജാഹിദിന്റെ പുതിയ ഗ്രൂപ്പുകൾ ഓരോന്ന് വരുമ്പോഴും അവർ മറ്റു ഗ്രൂപ്പിനെ കുറിച്ച് മുശ്രിക്കെന്നാ പറയണത്. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ ഖണ്ഡന മത്സരം നടക്കുകയാണ് 2 ഗ്രൂപ്പുകൾ തമ്മിൽ. ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെ പറയുന്നു നിങ്ങൾ ഹദീസ് നിഷേധികളാണ്. അപ്പൊ ആ ഗ്രൂപ്പ് ഇങ്ങോട്ട് പറയുന്നു നിങ്ങൾ ഖുർആൻ നിഷേധികളാണ് എന്ന്. ഇനി 100 കൊല്ലം കഴിഞ്ഞ് വരുന്ന മുജാഹിദുകൾക്ക് എന്ത് ആദർശപരമായ വിശ്വാസതയാണുള്ളത്? ഇന്നത്തെ മുജാഹിദുകൾ അടുത്ത തലമുറയിലെ മുജാഹിദുകൾക്ക് സ്വീകാര്യരാണോ അല്ലേ എന്ത് ധൈര്യമാവുള്ളത്? അവിടെയാണ് നമ്മൾ പറയുന്നത് 926 സമസ്ത രൂപീകരിക്കപ്പെടുമ്പോൾ ഏതായിരുന്നോ തൗഹീദ്, അത് തന്നെയാണ് ഇന്ന് നമുക്ക് തൗഹീദ്. അന്ന് അനുവദിക്കപ്പെട്ടത് ഇന്ന് അനുവദിക്കപ്പെടുന്നു. നമുക്ക് അന്നും തറാവീഹ് 20, ഇന്നും 20. നമുക്കന്ന് സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടതില്ല, ഇന്നും അങ്ങനെ തന്നെ. നമുക്കന്നും റബീഉൽ അവ്വൽ പുണ്യം, ഇന്നും പുണ്യം. നമുക്കന്ന് മലയാളത്തിലല്ല ഖുത്ബ അറബിയിൽ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. ഇസ്തിഗാസ തവസ്സുൽ ഉൾപ്പെടെയുള്ളത് നമുക്കന്ന് പുണ്യമാണ്, ഇന്നും പുണ്യമാണ്. എല്ലാം അങ്ങനെ തന്നെ. എവിടെയാണ് മാറ്റം? എന്നാൽ മുജാഹിദുകൾക്ക് ഏത് ആദർശത്തിലാണ് സ്ഥിരതയുള്ളത്? പരിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദിന്റെ വചനത്തിൽ തന്നെ സ്ഥിരതയുണ്ടോ? എന്താണ് തൗഹീദ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ സ്ഥിരതയുണ്ടോ? എന്താണ് ശിർക്ക് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ സ്ഥിരതയുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ഈ പരിണാമത്തിലേക്ക് അവർ എത്തില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമിനെ സമീപിക്കുവാൻ ഒരു അതോറിറ്റി ഇല്ല. നമുക്ക് അതോറിറ്റി ഉണ്ട്. വിശ്വാസകാര്യങ്ങളിൽ സുന്നത്തു ജമാഅത്തിന്റെ അഖീദ എന്ന അതോറിറ്റിയാണ്. കർമ്മകാര്യങ്ങളിൽ മദ്ഹബുകൾ എന്ന അതോറിറ്റിയാണ്. ആത്മീയ കാര്യങ്ങളിൽ തസവ്വുഫ് എന്ന അതോറിറ്റിയാണ്. അതുകൊണ്ട് ഈ അതോറിറ്റിക്കപ്പുറത്തേക്ക് നമ്മൾ പോകില്ല. എന്നാൽ അതോറിറ്റി ഇല്ലാത്തവരോ നൂല് വിട്ട പട്ടം പോലെയാണ്, നൂല് പൊട്ടിയ പട്ടം പോലെയാണ്. ഓരോ ദിവസവും ഓരോ ആദർശങ്ങളാണ്. തോന്നലുകളെ ആദർശമാക്കി മാറ്റുന്നവരാണ് അവർ. ഇതിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് ഓരോരുത്തരും അവനവനക്ക് ഇഷ്ടമുള്ള ദീനിനെ ഉണ്ടാക്കലാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, തോന്നലുകളെ പടച്ചോനാക്കുന്ന ആളുകൾ. ബിദ്അത്തിന്റെ ആളുകൾ അങ്ങനെയാണ്. തോന്നലുകൾക്കനുസരിച്ച് ഇസ്ലാമിനെ ഉണ്ടാക്കുക. ജമാഅത്തെ ഇസ്ലാമിയത്തിന്റെ വേറൊരു വെർഷനാണ്. നാട്ടുകാരിങ്ങനെ ഭൗതികമായിട്ട് വളർന്നു വരുമ്പോൾ ഭൗതികതക്കനുസരിച്ച് കൊണ്ടുള്ള ഒരു ഇസ്ലാം അല്ലേ? ഇപ്പൊ നിസ്കാരം എന്താണ്? നിസ്കാരത്തെ എങ്ങനെ പരിചയപ്പെടുത്തണമെന്ന മൗദൂദിയുടെയൊക്കെ വാദം, ഹസനുൽ ബന്നയുടെയൊക്കെ വാദം എന്താ? നിസ്കാരം എന്ന് പറഞ്ഞാൽ അതൊരു എക്സർസൈസ് ആണെന്ന് പരിചയപ്പെടുത്തണം എന്നാണ്. നിസ്കാരം ഒരു എക്സർസൈസ് ആണ്. നിസ്കാരം എക്സർസൈസ് ആണോ? മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് നിസ്കാരം എന്ത് എക്സർസൈസ് ആണ്? നെഞ്ചുവേദനയും അല്ലെങ്കിൽ തടർന്നു കിടക്കുന്ന ഊരവേദനയൊക്കെയുള്ള ആൾക്കാർക്ക് നിസ്കാരം എന്ത് എക്സർസൈസ് ആണ്? അനങ്ങാതെ കിടക്കല്ലേ വേണ്ടത്. വെള്ളം നനക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വുളു എന്ത് എക്സർസൈസ് ആണ്? നിസ്കാരത്തെ അങ്ങനെ പരിചയപ്പെടുത്തണമെന്നാ മൗദൂദി പറഞ്ഞത്. നോമ്പിനെ കുറിച്ച്, ആ നോമ്പ് അത് പിന്നെ നമ്മൾ ആരോഗ്യ പരിപാലനത്തിന്, ഫിറ്റ്നസ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് നോമ്പ്. അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന് ഭൗതികമായ ലാഭം തരയരുത്. ഭൗതികമായ ലാഭം തരഞ്ഞാൽ ചൂട് കൂടുതലുള്ള കാലത്ത് നോമ്പ് നോൽക്കണ്ടെന്ന് പറയില്ലേ? പ്രൊഡക്ടിവിറ്റി കുറവാണ്, അതുകൊണ്ട് നോമ്പ് പാടില്ല എന്ന് പറയുന്നവരാ യുക്തിവാദികൾ. ആ യുക്തിവാദികൾ കേണി വെച്ചു കൊടുക്കുകയാണിത്. സക്കാത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് സക്കാത്ത് എന്നാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണോ സക്കാത്ത്? അല്ല. സക്കാത്ത് കൊണ്ട് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടും. പക്ഷെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, സമ്പത്തിന്റെ സുഗമമായ വിതരണമാണത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണെന്ന് പറഞ്ഞുള്ള പ്രശ്നം എന്താ? ഇപ്പൊ കച്ചവടത്തിന്റെ സക്കാത്ത്, ആരാ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരു കൊല്ലം കഴിഞ്ഞ്, ഒരു കൊല്ലം കച്ചവടം പൂർത്തിയായി കഴിഞ്ഞാൽ എല്ലാ കച്ചവടക്കാരനും സക്കാത്ത് കൊടുക്കണം. ആ ലാഭമാണോ നഷ്ടമാണോ നോട്ടില്ല. ആ ഒരു കൊല്ലം കഴിയുന്ന അന്നത്തെ സ്റ്റോക്ക് എടുക്കണം, എന്നിട്ട് സക്കാത്ത് കൊടുക്കണം. ഈ ഒരു കൊല്ലം എനിക്ക് കച്ചവടം നഷ്ടമാണോ ലാഭമാണോ നോട്ടില്ല. എനിക്ക് നഷ്ടമാണെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുക്കണം. കച്ചവടത്തിന്റെ സക്കാത്ത് അങ്ങനെയാണ്. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പരിചയപ്പെടുത്തിയാൽ കച്ചവടത്തിൽ ലാഭമുള്ളവൻ മാത്രം സക്കാത്ത് കൊടുത്താൽ മതിയില്ലെന്ന് ചോദിക്കൂലേ? ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു തീർത്ഥാടനമാണ്, ഒരു ടൂറാണ്. നല്ല ടൂറാ. മിനയിലും അറഫയിലൊക്കെ പോകുന്ന ആളുകൾക്ക് എന്താണ് അവിടുത്തെ ടൂർ എന്ന് പിന്നെ അന്വേഷിച്ചാൽ അറിയാം. ഈ ഹജ്ജിനെ ടൂറാണെന്ന് പരിചയപ്പെടുത്തിയാൽ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് നടന്ന് കല്ലുപെറുക്കി മുസ്ദലിഫയിൽ പോയി കല്ലുപെറുക്കി മിനായിൽ പോയി എറിയുന്ന കാര്യത്തെക്കുറിച്ച് എങ്ങനെ വ്യാഖ്യാനിക്കും? ഇങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ മുഴുവൻ യുക്തിക്കനുസരിച്ച് കൊണ്ട് വ്യാഖ്യാനിക്കുന്ന പതിവാ ഉണ്ടായത്. അതിന്റെ ഭാഗമായിട്ടാണ്
ഇസ്ലാം ഒരിക്കലും അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളെ അല്ലെങ്കിൽ ആരാധനയെ അതിന്റെ ആ പവിത്രതയിൽ നിന്നും വെട്ടിമാറ്റിയിട്ട് ആളുകളുടെ ഭൗതികമായ തോന്നലുകൾക്കനുസരിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന നയമുണ്ടായത്. നിങ്ങൾ നോക്കൂ, സക്കാത്ത് എത്ര പവിത്രമായ ഒരു ആരാധനയാണ്. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. എന്തിനാണത്? നിങ്ങളുടെ സമ്പത്തിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. അതൊരിക്കലും സംഘടനയുടെ ലാഭത്തിന് വേണ്ടിയാകരുത്, സംഘടന നടത്തിപ്പിന് വേണ്ടിയാവരുത്. എല്ലാ ഇബാദത്തുകളും നിർവഹിക്കപ്പെടുന്നത് പോലെ സക്കാത്തും ഞാൻ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ നിർവഹിക്കേണ്ട ഇബാദത്താണ്. ആ ഇബാദത്തിന് നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ പാലിക്കപ്പെടണം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ വലിയ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർ എല്ലാ കാര്യങ്ങളെയും ഭൗതികവൽക്കരിച്ചതുപോലെ, ഭൗതികതയുടെ കണ്ണാടി വെച്ച് അതിനെ വീക്ഷിക്കുന്നത് പോലെ നാട്ടിലെ സാധാരണക്കാരന്റെ സക്കാത്തിനെ കൈവശപ്പെടുത്തിയിട്ട് ആ സക്കാത്തിനെ റമദാനിന്റെ മുമ്പ് തന്റെ ബൈത്തു സക്കാത്തിലേക്ക്, സംഘടനയുടെ ബൈത്തു സക്കാത്തിലേക്ക് പണം സമാഹരിച്ചിട്ട് ആ ബൈത്തു സക്കാത്തിലേക്ക് ആളുകളുടെ സക്കാത്തിനെ കൈവശപ്പെടുത്തിയിട്ട് സ്വയം ഒരു ഗവൺമെന്റ് ചമഞ്ഞ് അതിനെ വിതരണം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അങ്ങനെ സക്കാത്ത് എങ്ങനെയാണ് വീടുക? എന്റെ സക്കാത്ത് ഞാനാ കൊടുക്കേണ്ടത്, അത് കമ്മിറ്റിക്കല്ല കൊടുക്കേണ്ടത്. സക്കാത്ത് ഞാൻ വ്യക്തിക്കാ കൊടുക്കേണ്ടത്. സക്കാത്ത് ഒരിക്കലും കമ്മിറ്റികൾക്ക് കൊടുക്കേണ്ടതല്ല. അത് ഇസ്ലാമിക ഭരണകൂടം ഉള്ള സ്ഥലങ്ങളിൽ തന്നെ എങ്ങനെയാണ്? രണ്ട് തരം സക്കാത്തുകളുണ്ട്. ഒന്ന് പ്രത്യക്ഷമായ സക്കാത്തും ഒന്ന് പരോക്ഷമായ സക്കാത്തുമാണ്. ഏതാ പ്രത്യക്ഷമായ സക്കാത്ത്? ഇപ്പൊ ആട്, മാട്, ഒട്ടകം, കൃഷി ഉൽപ്പന്നങ്ങൾ, ഇതിലുള്ള സക്കാത്തൊക്കെ പ്രത്യക്ഷമായ സക്കാത്താണ്. എന്നാൽ പരോക്ഷമായ സക്കാത്ത്, സ്വർണം, വെള്ളി, അതിലുള്ള സക്കാത്തുകൾ, കച്ചവടത്തിന്റെ സക്കാത്ത്, പണത്തിന്റെ സക്കാത്ത്, ഇതൊക്കെ പരോക്ഷമായ സക്കാത്താണ്. ഈ പരോക്ഷമായ സക്കാത്ത്, പ്രത്യക്ഷമായ സക്കാത്ത് ഏതാണെങ്കിലും ഓരോ വ്യക്തിയും നേരിട്ട് നിർവഹിക്കലാണ് അതിന്റെ ഉചിതമായ രീതി. അത് ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ പോലും അങ്ങനെയാണ്. അതിൽ പ്രത്യക്ഷ സക്കാത്ത് മാത്രമാണ് കൈവശപ്പെടുത്താൻ വേണ്ടി ജോലിക്കാരെ പറഞ്ഞയക്കാറുള്ളത്. പരോക്ഷമായ സക്കാത്ത് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ പോലും ഈ ബൈത്തുൽ മാലിലേക്ക് നേരിട്ട് സ്വീകരിക്കുന്ന സംവിധാനമില്ല. അത് ഓരോരുത്തരും കൊടുക്കലാണ്. പണത്തിന്റെ സക്കാത്തൊക്കെ ഓരോരുത്തരും കൊടുക്കലാണ്. അത് വൈയക്തികമായ ബാധ്യതയാണ്. ചില ആളുകൾ പറയുന്നുണ്ട്, എല്ലാം സംഘടിതമല്ലേ, നിസ്കാരം സംഘടിതമല്ലേ, ഹജ്ജ് സംഘടിതമല്ലേ, അതുകൊണ്ട് എന്തുകൊണ്ട് സക്കാത്ത് സംഘടിതമായി കൂടാ? നിസ്കാരം സംഘടിതമാണോ? നിസ്കാരം കൂട്ടമായി നിൽക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും നിസ്കരിക്കുകയാണ്. ഞാൻ പടച്ചോന് കൊടുക്കേണ്ട നിസ്കാരം ഞാൻ വേറെ ആരും ഏൽപ്പിക്കണില്ല. എന്റെ നിസ്കാരം ഞാനിതാ ഒരാഴ്ചക്കുള്ള നിസ്കാരം ഞാൻ പള്ളി കമ്മിറ്റി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കൂടിയിരിക്കലാണോ? അല്ലല്ലോ, ഞാൻ പോയി നിസ്കരിക്കലാണ്. നോമ്പ് എല്ലാവരും അവനവന്റെ നോമ്പ് അവനവനല്ലേ നിർവഹിക്കുന്നത്. ഹജ്ജ് ഞാൻ തന്നെയാണ് നിർവഹിക്കേണ്ടത്, ഇല്ലെങ്കിൽ വേറെ ഒരാളെ വക്കാലത്താക്കണം. സക്കാത്തും അങ്ങനെ തന്നെ. സക്കാത്ത് എന്റെ സക്കാത്ത് ഞാൻ എങ്ങനെ വീട്ടിലിരിക്കുക, എന്നിട്ട് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി കമ്മിറ്റിക്ക് ഇങ്ങനെ കൊടുക്കുക, അതല്ല ഏർപ്പാട്. സക്കാത്ത് എന്റെ ബാധ്യതയാണ്, ഞാൻ നേരിട്ട് കൊടുക്കേണ്ടതാണ്. മാത്രമല്ല സക്കാത്ത് കൊടുക്കപ്പെടുന്ന വ്യക്തികളിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശികൾ എന്റെ കുടുംബക്കാരാണ്, എന്റെ അഹ്ലുകാരിലാണ് ഞാൻ ആദ്യം കൊടുക്കേണ്ടത്. അത് എനിക്കെല്ലാം അറിയാം. അപ്പൊ എന്റെ സക്കാത്ത് എന്റെ അഖാരിബിൽപ്പെട്ട പാവങ്ങളിലേക്കാണ് ആദ്യമായി ഞാൻ വിതരണം ചെയ്യേണ്ടത്. അത് ഞാൻ തന്നെ നിർവഹിക്കണ്ടേ? അത് കമ്മിറ്റിക്ക് കൊടുക്കുന്നു. ആ കമ്മിറ്റി അവരുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. ഇത് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി അവരുടെ സംഘടനയുടെ നടത്തിപ്പിന് വേണ്ടി ഈ സക്കാത്തിന് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ആരോപണം പറയുകയില്ല. 2019 ജമാഅത്തെ ഇസ്ലാമിയുടെ ഷൂറ മെമ്പറായിരുന്ന ഖാലിദ് മൂസ നദ്വി, അദ്ദേഹത്തിന്റെ ഒരു വോയിസ് പുറത്തു വന്നിരുന്നു. എന്താണ് ആ വോയിസിന്റെ ഉള്ളടക്കം? മാധ്യമം ദിനപത്രത്തിന് വേണ്ടി 10 കോടി രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ മാധ്യമം പത്രത്തിൽ വളരെ വലിയ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വോയിസ് വന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആ വോയിസിൽ അദ്ദേഹം പറയുന്ന കൃത്യമായ പരാമർശമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, പ്രിയപ്പെട്ട റഫീഖുകളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുന്നത്. അതിൽ പറയുന്നു, നമ്മൾ മാധ്യമം പത്രം തുടങ്ങിയത് കേവലം പത്രമായിട്ടല്ല, അൽ ജിഹാദുൽ ഇഅ്ലാമി, മാധ്യമ ജിഹാദായി കൊണ്ടാണ് നമ്മൾ പത്രം തുടങ്ങിയത്. ആ പത്രം അതുപോലെ തന്നെ മീഡിയ വൺ, അത് നമ്മൾ തുടങ്ങിയത് അൽ ജിഹാദുൽ ഇഅ്ലാമി, മാധ്യമ ജിഹാദായി കൊണ്ടാണ്. എന്നിട്ടോ അത് തുടങ്ങിയത് കേവലം ആളുകളുടെ കയ്യിൽ നിന്ന് സംഭാവനകൾ മാത്രം വാങ്ങിക്കൊണ്ടല്ല, സംഭാവനകളും സകാത്തുകളും സമാഹരിച്ചുകൊണ്ടാണ് നമ്മൾ പത്രം നടത്തിയത്. നമ്മൾ അങ്ങനെ പത്രം നടത്തിയതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, KC അബ്ദുള്ള മൗലവി എന്ന ജമാഅത്തിന്റെ സ്ഥാപകൻ, ജമാഅത്തിന്റെ ആദ്യകാല നേതാവ്, അദ്ദേഹം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാധ്യമ പത്രം മൂസാ നബിയുടെ മുഅ്ജിസത്താകുന്ന വടി പോലെയാണ്. മുഅ്ജിസത്താകുന്ന വടി പോലെയാണ് നമ്മുടെ പത്രം.
അങ്ങനെയുള്ള പത്രത്തിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് സമാഹരിച്ചത് എനിക്കറിയാം. സക്കാത്തിന്റെ പണം കൊണ്ട് സമാഹരിച്ചിട്ടാണ് നമ്മൾ പത്രം നടത്തിയത്. അതിൽ നിങ്ങൾ ക്രമക്കേട് കാണിക്കാൻ പാടില്ല എന്നാണ്. പത്രം നടത്താനാണോ സക്കാത്ത്? ചാനൽ നടത്താനാണോ സക്കാത്ത്? അങ്ങനെ ഒരു സംസ്കാരം ആര് പഠിപ്പിച്ചതാണ്? അങ്ങനെ ഒരു സംസ്കാരം ലോകത്തില്ല. മാത്രമല്ല, ഇങ്ങനെയാണ് എല്ലാത്തിനും ഖുർആനിൽ തെളിവുണ്ടോ, ഹദീസിൽ തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഇങ്ങനെ കമ്മിറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് സക്കാത്തിൽ നിന്ന് തടിയൂരാമെന്ന് ഏത് ഖുർആനിൽ തെളിവുള്ളത്? ഏത് ഹദീസിലാണ് തെളിവുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വന്തം കണ്ടെത്തൽ. ആ കണ്ടെത്തൽ മാത്രമേ അവർ നിർവഹിക്കുന്നുള്ളൂ. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ പറയുന്ന പോലെയാണെങ്കിൽ ആർക്കും കമ്മിറ്റി ഉണ്ടാക്കിക്കൂടെ? ആർക്കും കമ്മിറ്റി ഉണ്ടാക്കിക്കൂടെ? അതല്ല, ജമാഅത്തിന് മാത്രമേ കമ്മിറ്റി ഉണ്ടാക്കാൻ പെർമിഷൻ ഉള്ളൂ. അങ്ങനെ ഒരു പെർമിഷൻ പടച്ചോൻ കൊടുത്തിട്ടുണ്ടോ? ഇനി അതല്ല, എല്ലാവർക്കും കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഓരോ പ്രദേശത്തും 20 ആളുകൾ കൂടിച്ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിലേക്ക് സക്കാത്ത് വസൂലാക്കി എന്നിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നൊരു നടപടി, ആ നടപടി സ്വീകരിച്ചാൽ ഇവിടെ ആകെ അരക്ഷിതാവസ്ഥയുണ്ടാകില്ലേ? എന്തൊരു വലിയ അക്രമമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലുള്ള എല്ലാ സംഘടനകളും കമ്മിറ്റി തുടങ്ങേ, കേരളത്തിലുള്ള എല്ലാ കൂട്ടായ്മകളും കമ്മിറ്റി തുടങ്ങേ. എന്നിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ബൈത്തുൽ മാലും ബൈത്തു സക്കാത്തും ഞങ്ങൾക്ക് 2 ഉണ്ട് എന്ന് പറയാ, തെറ്റിദ്ധരിപ്പിക്കുക. ബൈത്തു സക്കാത്തിലേക്ക് സക്കാത്ത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുന്നുള്ളൂ, ബൈത്തുൽ മാലിലേക്ക് അത് ഞങ്ങൾ മറ്റു പല പണവും സ്വീകരിക്കുന്നുള്ളൂ. ഇത് പച്ചക്കളവാണ്. ഈ ബൈത്തു സക്കാത്ത് എന്ന സാധനം കേരളത്തിൽ 2000 മുതലാണ് ആദ്യം തുടങ്ങിയത്. എന്നാൽ അതിന്റെ മുമ്പേ ബൈത്തുൽ മാലുണ്ട്. ആ ബൈത്തുൽ മാലിലേക്ക് ജമാഅത്തിന്റെ ഭരണഘടനയിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ധനകാര്യം ചർച്ച ചെയ്യുന്നിടത്ത് അതിൽ പറയുന്നത് സക്കാത്ത് അടക്കമുള്ള എല്ലാ പണവും അവർ സ്വീകരിക്കുന്നത് ബൈത്തുൽ മാലിലേക്കാണ്. എന്നിട്ട് നിങ്ങൾ കേൾക്കണോ, ജമാഅത്തിന്റെ ഭരണഘടനയിൽ അവർ പറയുന്നുണ്ട്, ഒരു പ്രാദേശികമായി ഈ പ്രദേശത്ത് ഒരു ബൈത്തുൽ മാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടെങ്കിൽ ഇവിടെയുള്ള അംഗങ്ങൾ മുഴുവനും ആ ബൈത്തുൽ മാലിലേക്ക് സക്കാത്ത് കൊടുക്കണം. എന്നിട്ട് ആ സക്കാത്ത് എങ്ങനെ വിതരണം ചെയ്യണമെന്ന് അമീർ തീരുമാനിക്കും. ഇങ്ങനെയുണ്ടോ ഇസ്ലാമിലൊരു നിയമം? സമാന്തര ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ് ഇവിടെ. സമാന്തരമായ ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ് ഇവിടെ. ഈ പ്രദേശത്ത് നൽകപ്പെട്ട സക്കാത്ത് ഇവിടെയാ വിതരണം ചെയ്യപ്പെടേണ്ടത്. എന്നിട്ട് ആ പണത്തെ കേന്ദ്ര അമീറിലേക്ക് കൈമാറുകയും അത് ക്രമരഹിതമായിട്ട് വിനിയോഗിക്കുകയും ചെയ്ത് സക്കാത്താകുന്ന പുണ്യപ്രവൃത്തിയെ സംഘടനയുടെ നടത്തിപ്പിന് വേണ്ടി വിനിയോഗിക്കുക എന്ന ഗുരുതരമായ വീഴ്ചയാണ് ഇതിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സക്കാത്ത് വിരോധികളായിട്ട് മുദ്ര കുത്തപ്പെടുക. നമ്മുടെ പ്രത്യേകത എന്നറിയും, ഓരോ ഇബാദത്തും അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടണമെന്നാണ്. ഓരോ ഇബാദത്തും അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ പറയുന്നത്. ആരോട് വിദ്വേഷം ഉണ്ടായിട്ടില്ല. സ്ത്രീകളോട് പള്ളിയിൽ നിങ്ങൾ പോകണ്ട എന്ന് നമ്മൾ പറയുന്നത് അവരോട് വെറുപ്പുണ്ടായിട്ടില്ല. നിങ്ങളുടെ ഇബാദത്തിന്റെ ഉത്തമം നിങ്ങൾ അവിടെ നിർവഹിക്കലാണ്, അതിനുവേണ്ടിയാണ്. സക്കാത്ത് നിങ്ങൾ ഓരോരുത്തരും അവനവൻ നിർവഹിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സക്കാത്തിന്റെ പൂർണ്ണമായ രീതിയിൽ അത് വീടാൻ വേണ്ടിയാണ്. ഇബാദത്തുകൾ അതിന്റെ പവിത്രതയോടുകൂടി നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ്. ഓരോ ഇബാദത്തിനെയും അതിനെ ഭൗതികവൽക്കരിച്ചുകൊണ്ട് ആ ഭൗതികതയുടെ മറവിൽ ഈ സക്കാത്ത് ഉൾപ്പെടെയുള്ള സമ്പത്തിനെ തങ്ങളുടെ സംഘടന നടത്തിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന കുൽസിത ശ്രമങ്ങളാണ് ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് ബിദഅകളാണെങ്കിലും ശരി, അവരൊക്കെ ഒന്നുകിൽ നമ്മുടെ അമൽ നശിപ്പിക്കും, അല്ലെങ്കിൽ വിശ്വാസം നശിപ്പിക്കും, അല്ലെങ്കിൽ ആത്മീയമായ ആനന്ദങ്ങളെ ഇല്ലാതെയാക്കും. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആത്മീയമായ ആനന്ദങ്ങളിലൂടെ ആളുകളുടെ ഈമാനും അമലും സംരക്ഷിക്കുന്ന ഒരു രീതിയാണ്, ഒരു സംസ്കാരമാണ്. ഇവിടെ വഹാബികളും ജമാഅത്തുകാരൊക്കെ വന്നിട്ട് നമ്മുടെ എല്ലാ സുഹൃതങ്ങളും വേണ്ടെന്ന് പറയാം. റബീഉൽ അവ്വലായാലും മൗലിദ് പാടില്ല. പകരം എന്ത് ചെയ്യണം? ബദലുകളില്ല. എല്ലാ സുഹൃതങ്ങളും വേണ്ടെന്ന് പറയുന്നു. ഒരു ബദൽ പകരം കൊടുക്കാൻ കഴിഞ്ഞു, ഒരു ആത്മീയ ബദൽ. മൗലിദ് ഓതാൻ പാടില്ല, പകരം എന്ത്? വർത്താനം പറയട്ടെ. മരിച്ചോടത്ത് ഖുർആൻ ഓതാൻ പാടില്ല, പകരം വർത്താനം പറഞ്ഞോട്ടെ, പത്രം വായിച്ചോട്ടെ. ജനാസ കൊണ്ടുപോകുമ്പോൾ തഹ്ലീൽ ചൊല്ലാൻ പാടില്ല, പകരം ഒന്നുമില്ല. എല്ലാ സുഹൃതങ്ങളെയും വെട്ടിമുറിക്കുന്നു. ആളുകൾക്ക് ആത്മീയമായ ആനന്ദങ്ങൾ ഉണ്ടാക്കുന്ന സൽക്കർമ്മങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്നു. എന്നാൽ ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദര പ്രകടനങ്ങൾ, ബഹുമാന പ്രകടനങ്ങൾ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതല്ലേ? അതിനപ്പുറത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? പ്രാമാണികമായി സ്ഥിരപ്പെടാത്ത ഒരു കാര്യവും നിർവഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്ന സംഭവങ്ങൾ മുസ്ലിം ലോകത്ത് പരിചിതമായ കാര്യമാണ്. എന്നാൽ അത് പാടില്ലെന്ന് അവർ പറഞ്ഞത്. മഹാനായ ഉഖബ റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനയിലേക്ക് 7 ദിവസം കൊണ്ട് സിയാറത്ത് ചെയ്ത് എത്തി. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയാണ്, പക്ഷെ തിരിച്ച്
സിയാറത്ത് കഴിഞ്ഞ് അവിടെ നിന്ന് ദുആ ചെയ്തിട്ട് ഷാമിലേക്ക് മടങ്ങിപ്പോയപ്പോൾ 2.5 ദിവസം കൊണ്ട് മടങ്ങിയെത്തി. ഇങ്ങോട്ട് 7 ദിവസം, അങ്ങോട്ട് 2.5 ദിവസം. എങ്ങനെയാണ് ഈ വഴിദൂരക്കുറവുണ്ടായത്? ഇമാം നബവി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിന്റെ പരിസരത്ത് വെച്ച് ദുആ ചെയ്യുന്നതുകൊണ്ടാണ്. നോക്കൂ, മഖബറകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബറക്കത്തുകൾ മുസ്ലിം ലോകത്ത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ പ്രാമാണികമായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളെ സ്വീകരിക്കുകയും അതിനെ അനുധാവനം ചെയ്യുക എന്ന മാർഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ സമസ്ത പഠിപ്പിക്കുന്നത്. ആ മാർഗമാണ്. എന്തുകൊണ്ട് സമസ്തയുടെ കൂടെ നിലനിൽക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഈ സമൂഹത്തിന്റെ ഈമാനും അമലും ആധ്യാത്മിക വഴിയും കഴിഞ്ഞ 100 കൊല്ലമായി ഒരു ഭേദഗതിയുമില്ലാതെ, വൈരുദ്ധ്യങ്ങളില്ലാതെ, തെറ്റുകളോ വ്യതിയാനങ്ങളോ ഇല്ലാതെ, വൈകല്യങ്ങളില്ലാതെ സംരക്ഷിച്ചു ഞങ്ങൾക്ക് നൽകിയത് സമസ്തയുടെ ആദർശ തണലാണ് എന്ന ഒരൊറ്റ ഉത്തരം മതി. ഈ ഉത്തരം മറ്റാർക്കും ഇവിടെ അവകാശപ്പെടാൻ കഴിയില്ല. അടുത്ത തലമുറക്ക് നമ്മുടെ പൂർവ്വസൂരികൾ എങ്ങനെയാണോ ഈ ആദർശത്തെ അവർ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ഏത് തിളക്കത്തോടെ വെളിച്ചത്തോടു കൂടിയാണോ ഈ ആദർശമാകുന്ന ദീപശിഖ അമാനത്തായി നമ്മളെ ഏൽപ്പിച്ചതെങ്കിൽ അതേ തിളക്കത്തോടെ അങ്ങോട്ട് അടുത്ത തലമുറയിലേക്ക് കൊടുക്കുവാൻ നമ്മൾ സന്നദ്ധരാകണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇവിടെ ഈ മലയോര മേഖലയിൽ